കൊല്ലുക അതിലൂടെ പ്രശ്നത്തെ പരിഹരിക്കുക എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് തെറ്റാണെന്ന് ആണ് ഞാൻ പറയാം. മനുഷ്യൻ അങ്ങനെ പലതും ഇപ്പം നാസികളാണെങ്കിലും ഇപ്പോൾ മനുഷ്യൻ കൊന്നൊടുക്കി തീർത്തിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ലോകത്ത് പല ഇടങ്ങളിലും. പല എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അത് ജീവികളാവട്ടെ മനുഷ്യരെ തന്നെ ആവട്ടെ. പക്ഷെ അവരൊന്നും ഒരിക്കലും വിജയിച്ചിട്ടില്ല. വയനാടിനെ ഒരു ടൈഗർ റിസർവ് ആക്കണം എന്ന് പറയുന്ന സമയത്ത് ആളുകൾ എതിർക്കുന്നതിന് ഒരു കാരണം അതാണ്. ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും എന്നുള്ള ഭയം ഉണ്ടാവില്ല. അതൊരു തരത്തിൽ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ടൈഗർ റിസർവ് ആക്കുക എന്ന് പറയുന്നത് ഇതിലൂടെ ഉണ്ടാവാൻ പോകുന്ന റെസ്ട്രിക്ഷൻസ് വലുതായിരിക്കാം. ചില ഇടങ്ങളിൽ ഇപ്പോൾ ആനയാണെങ്കിലും കടുവയാണെങ്കിലും ഒക്കെ സംഘർഷങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ചില ചതുപ്പ് നിലങ്ങളായിരിക്കാം, ഈ പറഞ്ഞ പോലെ ഫങ്ഷണൽ കോറിഡോർസ് ആയിരിക്കാം, ആനകൾ തുടർച്ചയായിട്ട് കടന്നു പോകുന്ന സ്ഥലങ്ങളായിരിക്കാം. അതൊരു സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ ആളുകളും തീരുമാനിക്കുകയാണ് നമുക്ക് അവിടെ ജീവിക്കുക ബുദ്ധിമുട്ടാണ്, അതിന് നമുക്ക് സാമൂഹികമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല, ഇവിടെ നിന്ന് പോയിട്ട് അവർ പറഞ്ഞു തന്ന സ്ഥലത്ത് താമസിക്കുകയാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അവർ പോകാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അവരെ ഫോഴ്സ് ചെയ്ത് പുറത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട് കാടിനകത്ത് നിന്ന് എല്ലാവരെയും പുറത്ത് കൊണ്ടുവരേണ്ടതില്ല. ഇപ്പോൾ അവിടെ ഒരു ആദിവാസി കോളനി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ കടുവയോ ആനയോ ഒന്നും കുറഞ്ഞു പോകില്ല ഒരിക്കലും. അങ്ങനെ ഒരു ഇതില്ല. ഇപ്പോൾ വയനാട്ടിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സെന്നയുടെ വ്യാപനം. കാടിനകത്ത് സെന്ന വ്യാപിക്കുന്നത് കൊണ്ടുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. അത് കേവലം പാരിസ്ഥിതികം മാത്രമല്ല, അതിന് സാമൂഹികമായിട്ടുള്ളൊരു ഡയമെൻഷൻ കൂടി ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആദിവാസി സമൂഹം ഈ കാടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. 2010-11 വർഷങ്ങളിലാണ് പിന്നെ വയനാട്ടിൽ ബാമ്പു പൂക്കുന്നത്. വയനാട് മുൻപ് നിറയെ മുളയുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പൂത്തതിന് ശേഷം പിന്നെ മുള റീജനറേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ റീജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഉണ്ടായ പൊതുബോധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്ക് പോലും മുഴുവൻ പേടിയാണ്. അതായത് മുൻപ് സാധാരണ ജീവിച്ചിരുന്ന ആളുകൾക്ക് എല്ലാം കടുവയാണ്, എല്ലാം ആനയാണ് എന്നുള്ള പേടിയാണ് ഉണ്ടായത്. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പൊതുബോധമാണ് ഞാൻ പറയാം. വയനാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ടൂറിസം ആണെന്നാണ് ഞാൻ പേഴ്സണലി പറയാം. വലിയ രീതിയിലുള്ള കാലാവസ്ഥാ മാറ്റം നടക്കുന്നുണ്ട്. അത് പക്ഷേ വയനാട്ടിൽ നടക്കുന്ന ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് നടത്തുന്ന പ്രവർത്തനം കൊണ്ട് ലോകത്തിൽ മുഴുവനുള്ള ഇതും മാറില്ല. പക്ഷേ റീജിയണലി വരുത്തുന്ന ചില മാറ്റങ്ങളുണ്ട്. നമുക്ക് അവിടെ ജീവിക്കാൻ, അവിടുത്തെ വന്യജീവികൾക്കോ മനുഷ്യനോ ഒക്കെ ജീവിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ പറയുന്ന വാദം ഉണ്ടല്ലോ, കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ജീവികളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേന്ദ്രമാണ് അനുവദിക്കാത്തതെന്ന് പറയുന്നു. കേന്ദ്രം അത്തരത്തിലുള്ള ആര് കൊല്ലണം എന്നുള്ള കാര്യത്തിലേക്ക് തർക്കമുള്ളൂ. കൊല്ലാൻ ആർക്കും തർക്കമില്ല. പക്ഷേ ഈ പോപ്പുലേഷൻ കൂടുന്ന, ഇപ്പം ആനയുടെ കാര്യത്തിൽ മാത്രമല്ല, പന്നി പോലുള്ള സംഗതികൾ വരുമ്പോൾ ലോകത്തെല്ലായിടത്തും ഈ പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് കൂടുമ്പോൾ അത് നമ്മുടെ മനുഷ്യരുടെ അതിരുകളിലെ ജീവിതത്തെ, കൃഷിയെ ഒക്കെ വ്യാപകമായിട്ട് ബാധിക്കുന്ന സമയത്ത് അതിനെ കള്ളിയുക എന്നുള്ളത് തന്നെയല്ലേ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? അതല്ലാത്തൊരു സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഇപ്പം ഞാൻ പറയാ, ഈ കൊല്ലുക അതിലൂടെ പ്രശ്നത്തെ പരിഹരിക്കുക എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് തെറ്റാണെന്ന് ആണ് ഞാൻ പറയാം. ഇപ്പോൾ മനുഷ്യൻ അങ്ങനെ പലതും ഇപ്പം നാസികളാണെങ്കിലും ഇപ്പോൾ മനുഷ്യൻ കൊന്നൊടുക്കി തീർത്തിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ലോകത്ത് പല ഇടങ്ങളിലും. പല എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അത് ജീവികളാവട്ടെ മനുഷ്യരെ തന്നെ ആവട്ടെ. പക്ഷെ അവരൊന്നും ഒരിക്കലും വിജയിച്ചിട്ടില്ല. അതാണ് ചരിത്രം. ഇപ്പോൾ വയനാടിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ അറിയോ, മനുഷ്യനും അവിടുത്തെ കർഷകരും വന്യജീവികളും തമ്മിൽ നേരിടുന്ന പ്രശ്നമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് പറഞ്ഞിട്ട് വഴിതിരിക്കുക ചെയ്യുന്നത്. അത് മാത്രമല്ല പ്രശ്നം. ഇപ്പോൾ കർഷകൻ, ഈ പ്രശ്നത്തിനും തന്നെ വേറെ കാരണങ്ങളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർഷകനും വന്യജീവിയും തമ്മിൽ പ്രശ്നമുണ്ട്. അതിന് നമുക്ക് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റ് സൊല്യൂഷൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂവിൻ്റെ കോൺടെക്സ്റ്റിൽ ഇവർ പറയുന്നത് ഓക്കെ, കർഷകരും വന്യജീവികളും തമ്മിലുള്ള പ്രശ്നമാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചു. എന്നിട്ട് അതിനുശേഷം ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തോ അതൊട്ടില്ല താനും. അതാണ് സംഭവിച്ചത്. പക്ഷേ കാലാവസ്ഥ മാറ്റം, ഞാൻ നേരത്തെ പറഞ്ഞ കുരുമുളക് നശിച്ചു പോകുന്നു. പിന്നെ അവരുണ്ടാക്കുന്ന വിളയ്ക്ക് വിലയില്ല, അത് സ്വീകരിക്കാൻ ആളുകളില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. മണ്ണിന്റെ ഫലഭൂഷ്ടം കുറഞ്ഞു വരുന്നുണ്ട്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും കർഷകർ നേരിടുന്നുണ്ട്. പിന്നെ അവർ ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ സ്ഥിരം തൊഴിലുണ്ട്. മറ്റൊരാളെ സംബന്ധിച്ച് അങ്ങനെ സ്ഥിരമായിട്ട് തൊഴിലോ വരുമാനമോ ഒന്നും ഇല്ലാത്ത ആളാണ്. പിന്നെ മാത്രമല്ല ഇന്നവേ കൺസർവേഷൻ്റെ ബേർഡൻ തലയിലെടുത്തിട്ടുള്ള ആളുവാണ്. എന്തോ കാരണം കൊണ്ട് കാടിൻ്റെ അരികിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടുള്ള ആള്. പിന്നെ കൺസർവേഷൻ ലോകത്ത് എല്ലാവർക്കും വേണം, പക്ഷേ അതിൻ്റെ ബേർഡൻ അയാൾ മാത്രം ചുമക്കാം. കാടിനകത്ത് അരികിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതും ശരിയല്ല. അതിനകത്തൊരു സാമൂഹികമായിട്ടുള്ള ഇരട്ടത്താപ്പുണ്ട്.
അപ്പോൾ അത് ശരിയല്ല. ഞാൻ പറയുന്നത് ഇതിനെ വേറൊരു തരത്തിൽ കണ്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ വനം വകുപ്പ് കുറച്ചും കൂടി ജനകീയമാവാം. അതിലൂടെ കുറേ ആളുകൾക്ക് ഇപ്പം നിലവിൽ വനം വകുപ്പിൻ്റെ ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് കേരളത്തിലെ ആളുകൾ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വനം വകുപ്പാണെന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി സാഹചര്യങ്ങളാവട്ടെ, അവർ ചെയ്യുന്നൊരു തൊഴിലാവട്ടെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടിനെ നിലനിർത്തുക എന്നുള്ളതാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വന്യജീവികളെ നിലനിർത്തുക എന്നുള്ളതാണല്ലോ ചെയ്യുന്നത്. ഒപ്പം തന്നെ അതിനകത്തുള്ളൊരു നമുക്ക് അത് കുറച്ചുകൂടി ജനകീയമാവാം വനം വകുപ്പിന്. ഇപ്പം മുൻപ് ഒരു കൊളോണിയൽ സ്ട്രക്ചറിൽ അത് തുടങ്ങിയതാണല്ലോ. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണെങ്കിലും അതിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇടപെടാൻ എത്രത്തോളം അവസരമുണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കാന്നുള്ളത് മാത്രമല്ലല്ലോ, ഇപ്പോൾ അവർക്ക് സാധാരണ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളുടെ ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ചിലപ്പോൾ ആനകൾ നാട്ടുമ്പുറത്തിറങ്ങുന്ന സമയത്ത് അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്ക് തൊഴിലായിട്ട് നൽകാം. നമുക്കിപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ നെല്ല് കൃഷി ചെയ്യുന്ന സമയത്താണ് ആന അല്ലെങ്കിൽ വന്യജീവികൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്ന് ചക്ക സീസണിലാണ്. ആ സമയത്ത് കാടോരങ്ങളിൽ ജീവിക്കുന്ന ആൾക്ക് തൊഴിലായിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇത് അറിയുന്ന ആളുകളുണ്ട്, ആനകളെ ഓടിക്കാനും ഒക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ തൊഴിലായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും, പ്രശ്നവും സോൾവ് ചെയ്യപ്പെടും, തൊഴിലും ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ കാട് പൊതുവാണ് എന്നുള്ളൊരു ബോധ്യം ആളുകളുണ്ടാവും. ഇപ്പം അതല്ല, ഇത് വനം വകുപ്പിൻ്റെതാണ് വനത്തിലുള്ള ആന എൻ്റെ നാട്ടിൽ ഇറങ്ങരുത് എന്നുള്ള ബോധ്യം. പക്ഷെ അത് മാറേണ്ടതുണ്ട്. അപ്പോൾ അതിലുള്ള പ്രധാന ചോദ്യം കൺസർവേഷൻ്റെ മണി എവിടെയാണെന്നുള്ള പോകുന്നതാണ്. ആരാണ് ഈ കൺസർവേഷന് വേണ്ടിയുള്ള പണം ഉപയോഗിക്കുന്നത്? അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, പൈസ ഉണ്ടല്ലോ. ഇപ്പോൾ ശമ്പളമായിട്ടാണെങ്കിലും മാനേജ്മെൻറ്റിനായിട്ടാണെങ്കിലും, ഇപ്പോൾ പ്രൊജക്ട് എലിഫൻറ്റ് നമുക്കുണ്ട്, നാഷണൽ ടൈഗർ കോൺസർവേഷൻ അതോറിറ്റി ഉണ്ട്. ഇവരൊക്കെ പണം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത് എല്ലാ ലാൻഡ്സ്കേപ്പുകളിലേക്കും പൈസ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് പലതരത്തിൽ, അതൊന്നും ഇതാക്കുക എന്നുള്ളതല്ല തരത്തിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ പണം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു, ആരിലെത്തുന്നു, അത് സാധാരണക്കാരിലെത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇപ്പം ഒന്നത്. രണ്ട്, ഇപ്പോൾ പലതരത്തിലുള്ള മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ കാടലിലൂടെ നടക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ച് കാണിച്ചു തരും, ഈ കൽമതിൽ കെട്ടിയത് 2 കൊല്ലം മുൻപാണ്, പക്ഷേ ആന വന്നിടിച്ചപ്പോൾ അത് പൊളിഞ്ഞുപോയി. അപ്പോൾ ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൽമതിലാണത്. അപ്പോൾ ഈ കൽമതിലിന് വേണ്ട കല്ല് കൊണ്ടുവരുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്ന് തന്നെ ഇടിച്ചിട്ടാണ്, ഇവിടെ നിന്നുമാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് വെക്കേണ്ട സിമെൻറ്റോ ഇതൊന്നും പ്രോപ്പറായിട്ട് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അതിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് അവിടെയുള്ള സാധാരണ ജനങ്ങളായിട്ടുള്ള അവിടെ ആ നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന ആളുകൾ അതിൽ ഇൻവോൾവ് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ വനത്തിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് കാടിന് പുറത്തുണ്ടാക്കുന്ന ഒരു വാൾ അല്ലെങ്കിൽ ഒരു ഫെൻസ്, അതിൽ ആളുകളും കൂടി ഇൻവോൾവ് ചെയ്യട്ടെ. എന്നിട്ട് എത്ര പണമുണ്ട്, അതെങ്ങനെ വിനിയോഗിക്കാം, അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിൽ ആളുകൾക്കും കൂടെ അഭിപ്രായം പറയാനുള്ള സാധ്യത വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ബെറ്റർ ആവും. സുതാര്യത വേണം, തീർച്ചയായിട്ടും വേണം. സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കണം, തീർച്ചയായിട്ടും വേണം. അത് മാത്രമല്ല, ഇപ്പോൾ വനം വകുപ്പ് എന്നുള്ളതിനപ്പുറത്ത് ചിലപ്പോൾ പഞ്ചായത്തുകളിലൂടെയോ അതിലും അഴിമതി ഒഴിവാക്കണം. തീർച്ചയായിട്ടും ആളുകൾക്ക് ഇടപെടാനുള്ള ഗ്രാമസഭകളിലൂടെയോ അത്തരത്തിൽ വേണം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. കാടിനകത്തുള്ള മാനേജ്മെൻറ്റും കാടിനരികിലുള്ള ഇത്തരത്തിലുള്ള മിറ്റിഗേഷൻ മെഷേഴ്സ് അതിലൊക്കെ ആളുകളെ ഉൾപ്പെടുത്തണമെന്ന്, പ്രത്യേകിച്ച് വയനാട് പോലത്തെ ലാൻഡ്സ്കേപ്പിൽ. ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ മിറ്റിഗേഷൻ മെഷേഴ്സൊക്കെ വെക്കുന്ന സമയത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ അതിനും നമുക്ക് ആളുകളെ എംപ്ലോയ് ചെയ്യാം. കുറേ ആളുകൾക്ക് തൊഴിലവസരങ്ങളാണ് ഇതൊക്കെ. മാത്രമല്ല, കാട് വളരെ നശിച്ചു പോയിട്ടുണ്ട് സെന്ന പോലത്തെ ഇത് കയറിയിട്ട്. അപ്പോൾ അതിന് ഓൾറെഡി ഫണ്ടൊക്കെ അലോക്കേറ്റഡ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാടിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ പണത്തിന് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന ചില പണത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ഒപ്പം അതിലൂടെ കാടിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ഒപ്പം കാട് നമ്മുടേതെല്ലാവരുടേതാണെന്നുള്ള ബോധ്യം ആളുകൾ ഉണ്ടാക്കാനും ഒക്കെ ഒരു അത്തരത്തിൽ വേണം നമ്മുടെ ലാൻഡ്സ്കേപ്പിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാട് മാത്രമല്ല, മനുഷ്യരെയും എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ, പ്രത്യേകിച്ച് വയനാട്ടിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാടും നാടും എല്ലാം ഇടകലർന്നിട്ടാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മുൻപ് നിറയെ കന്നുകാലി ഉണ്ടായിരുന്ന സ്ഥലമാണ് വയനാട്. കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് നിറയെ കന്നുകാലുണ്ടായിരുന്നു, ഒക്കെ കാടിനകത്ത് മെയ്യൊക്കെ ചെയ്തിരുന്നു. അന്ന് അവർ കന്നുകാലികളെ ഉപയോഗിച്ചിരുന്നത് പാലിനും വളത്തിനും പിന്നെ ഉഴുതാനും വേണ്ടിയിട്ടാണ്, നിലം ഉഴുതാനും വേണ്ടിയിട്ടാണ് വയലുകൾ. പിന്നീട് ഒരു കാലത്ത്, അടുത്ത കാലത്താണ് ബീഫ് എന്ന് പറയുന്നൊരു ഐഡിയ വരാൻ തുടങ്ങി. അപ്പോൾ ടൗണിലേക്കുള്ള ആളുകൾ, കൂടുതൽ പൈസയുള്ള ആളുകൾ ഈ കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കും. എന്നിട്ട് പൈസ കൊടുക്കുക കുട്ടികളെ മേടിച്ച് കൊടുക്കും. ഈ കന്നുകാലിയുള്ള കുട്ടികളെ, പോത്തും കുട്ടികളെ മേടിച്ച് കൊടുക്കും. അതും പോത്താണ്, പശുവല്ല, പോത്തിൻ്റെ കുട്ടികളെ മേടിച്ച് കൊടുക്കും. എന്നിട്ട് കാട്ടിലാണ് ഇതൊക്കെ മേയുക. ഇവരൊക്കെ ലാൻഡ് ഇല്ലാത്ത ആളുകളാണ് മോസ്റ്റ്ലി. അപ്പം മേയാൻ കൊണ്ടുപോകൊക്കെ കാട്ടില്ല. അതുപോലെ തന്നെ ഈ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്നൊക്കെ പറയുന്ന പ്രൊജക്റ്റുകൾ, പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ, ഇവരെല്ലാം ആദിവാസികളുടെ ഉന്നമനം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചൂഷണത്തിന് വിധേയരാവുന്നത് ആദിവാസിയും കാടും തന്നെയാണ് വീണ്ടും. മാത്രമല്ല, ഈ കന്നുകാലികളെല്ലാം മേയുന്ന കാടിനകത്താണ്.
അപ്പോൾ ആനയുടെ ഫോറേജോ മറ്റ് ജീവജാലങ്ങളിലൊക്കെ ഫോറേജും ഒക്കെ ഉണ്ടാവും, കോൺഫ്ലിക്റ്റും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരുടെ പോവും എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ഒപ്പം തന്നെ കുറേ ഡിസീസും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പട്ടികളിൽ നിന്നാണെങ്കിൽ കനേൻ ഡിസ്റ്റംബർ പോലുള്ള രോഗങ്ങൾ ജീവികളിലേക്ക് പോകാം. അതല്ലെങ്കിൽ ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസസ് പോലുള്ള പലതരത്തിലുള്ള നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പോകുന്ന ഡിസീസൊക്കെ അവിടെ എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പം തിരിച്ച് വളരെ കുറവാണ്, അത്തരത്തിലുള്ള റിപ്പോർട്ട്സ് ഒന്നുമില്ല. മിക്കവാറും നാട്ടിലുള്ള ജീവികളിൽ നിന്ന് കാട്ടിലുള്ള ജീവികളിലേക്കാണ് അസുഖങ്ങൾ പടരാറ്. ഇന്ററാക്ഷൻസ് കുറവല്ലേ നേരിട്ടുള്ള. ഇവർ പോയി മേഞ്ഞ് ഒഴിവായി കഴിഞ്ഞതിന് ശേഷമാണ് അവർ വന്ന് മേയാറ്. അങ്ങനെ അത്തരത്തിലുള്ള ഇതുണ്ട്, അത്തരത്തിലുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ അതും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് കൃഷിക്കാർ കന്നുകാലികളെ കാടിനകത്ത് മേയ്ക്കരുത് എന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും വേണം, അത് അവരുടെ അവകാശമാണ്. കുറേ കാലമായിട്ട് അവിടെ ജീവിച്ച് വളർന്നിട്ടുള്ള ആളുകളാണ്. അവിടെ കന്നുകാലികളെ മേയ്ക്കാനുള്ള അവകാശമൊക്കെ വേണം, കാടിനകത്ത് തന്നെ മേയ്ക്കണം. പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ചൂഷണമായി പോരുത്. അത് കാടിലെ വിഭവങ്ങളെ എല്ലാം ചൂഷണം ചെയ്ത് അതിനെ ബീഫാക്കി മാറ്റുകയും കാടിനെയും അവിടുത്തെ ആദിവാസിനെയും ചൂഷണം ചെയ്യുന്നതായി പോകാൻ പാടില്ല. അത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അവരുടെ കൃഷിയോ അല്ലെങ്കിൽ ഉപജീവനമോ അത്തരത്തിലൊരു അതിലൊതുങ്ങി നിൽക്കണം. തീർച്ചയായിട്ടും വേണം. അതിനൊരു ബിസിനസ്സാക്കി മാറ്റാൻ പാടില്ല. തീർച്ചയായിട്ടും അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ പിന്നെ മറ്റതിനെ നിയന്ത്രിക്കാനും പാടില്ല. അതിലിപ്പോൾ അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള എതിർപ്പുണ്ടാകുന്നത്. ഇപ്പോൾ വയനാടിനെ ഒരു ടൈഗർ റിസർവ് ആക്കണം എന്ന് പറയുന്ന സമയത്ത് ആളുകൾ എതിർക്കുന്നതിന് ഒരു കാരണം അതാണ്, ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും എന്നുള്ള ഭയം ഉണ്ടാവില്ല. അതൊരു തരത്തിൽ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ടൈഗർ റിസർവ് ആക്കുക എന്ന് പറയുന്നത് ഇതിലൂടെ ഉണ്ടാവാൻ പോകുന്ന റെസ്ട്രിക്ഷൻസ് വലുതായിരിക്കാം. കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ഒഴിഞ്ഞു പോകേണ്ടി തന്നെ വരുന്ന രീതിയിൽ ഒഴിഞ്ഞു പോകുക എന്നുള്ളത് അതിലേക്ക് വരാം. ഇപ്പോൾ ചിലയിടങ്ങളിൽ ഇപ്പോൾ ആനയാണെങ്കിലും കടുവയാണെങ്കിലും ഒക്കെ സംഘർഷങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ചില ചതുപ്പ് നിലങ്ങളായിരിക്കാം, ഈ പറഞ്ഞ പോലെ ഫങ്ഷണൽ കോറിഡോഴ്സ് ആയിരിക്കാം, ആനകൾ തുടർച്ചയായിട്ട് കടന്നു പോകുന്ന സ്ഥലങ്ങളായിരിക്കാം. അതൊരു സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ ആളുകളും തീരുമാനിക്കുകയാണ് നമുക്ക് അവിടെ ജീവിക്കുക ബുദ്ധിമുട്ടാണ്, അതിന് നമുക്ക് സാമൂഹികമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല, ഇവിടെ നിന്ന് പോയിട്ട് അവർ പറഞ്ഞു തന്ന സ്ഥലത്ത് താമസിക്കുകയാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അവർ പോകാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അവരെ ഫോഴ്സ് ചെയ്ത് പുറത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശരിയല്ല. പ്രശ്നം അങ്ങ് കൂടുന്ന ഒരു അവസരമാണെന്ന് വിചാരിക്കാം. ഒട്ടും ജീവിക്കാൻ പറ്റാത്തൊരു സമയമാണെങ്കിൽ അതിനൊരു അവസരമായിട്ട് മുതലെടുത്തുകൊണ്ട് കുറച്ച് പൈസ അവരെ കൊടുത്തിട്ട് പുറത്താക്കുന്ന ചില രീതികളുണ്ട്. അത് ശരിയല്ല. ഇപ്പോൾ കാടിനകത്തൊരു ഗ്രാമത്തിലെ ആൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വലുതാണ്, നമുക്ക് വിലമതിക്കാൻ പറ്റാത്തത്ര വലുതാണ് അത്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം കോമ്പൻസേഷൻ കൊടുത്തിട്ട് വേണം അവർ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം പല സമയങ്ങളിലും നടക്കുന്നത് അതല്ല. പിന്നെ വേറൊരു കാര്യം, ഒരു കാടിനകത്ത് ജീവിക്കുന്ന ആളുകൾ അവിടെ നിന്ന് പുറത്ത് പോകണ്ടെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവരെ ക്യാൻവാസ് ചെയ്യേണ്ടതില്ല. അപ്പോൾ അവർ കാടിനോട് ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരവിടെ ജീവിക്കാൻ വിടണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ട് കാടിനകത്ത് നിന്ന് എല്ലാവരെയും പുറത്ത് കൊണ്ട് വരേണ്ടതില്ല. ഇപ്പോൾ അവിടെ ഒരു ആദിവാസി കോളനി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ കടുവയോ ആനയോ ഒന്നും കുറഞ്ഞു പോകില്ല ഒരിക്കലും. അങ്ങനെ ഒരു ഇതില്ല, അതില്ല. അതിനകത്തൊരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഒരു വൈരുദ്ധ്യത്തെ പറ്റിയിട്ട് ആളുകൾ സംസാരിക്കാറുണ്ട്. അതായത് ഈ ആദിവാസി ഗോത്ര സമൂഹം കാടിനകത്ത് ജീവിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും കാടിനകത്ത് തന്നെ ജീവിക്കേണ്ടവരാണോ? അവരുടെ ജീവിത നിലവാരം ഈ നമുക്ക് അതാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും അതാണ് അവരുടെ കൾച്ചറെന്നും അതാണ് അവരുടെ തലമുറകളായിട്ട് പിന്തുടരുന്ന രീതിയെന്നും ഒക്കെ പറയുമെങ്കിൽ പോലും എല്ലാ കാലത്തും ആക്സസിബിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്ത് ജീവിക്കുന്നതിൻ്റെ വരും തലമുറകൾക്കൊക്കെ ആ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പുറം ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ അവർക്ക് ഈ പറയുന്ന പോലെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അവരുടെ പുതിയ തലമുറ വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുകയും അങ്ങനെ പറയാറുണ്ടല്ലോ. ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റിന്റെ അവരെ വിട്ടുകൊടുക്കുകയാണോ വേണ്ടത്, അതോ മുഖ്യധാരയുടെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള പരിപാടി ചെയ്യുകയാണോ വേണ്ടതെന്നുള്ളൊരു സംഗതി? ഞാൻ എൻ്റെ മനസ്സിലാക്കിയിൽ കുറച്ചാളോട് സംസാരിച്ച് മനസ്സിലായത്, ചില ആളുകൾ വളരെ ലാവിഷ് എന്ന് നമ്മൾ പറയാറുള്ള നഗരമോ അല്ലെങ്കിൽ കണക്ടിവിറ്റിയോ ഇൻ്റർനെറ്റോ പൈസയോ ഒക്കെ വേണ്ട, ബാങ്ക് ബാലൻസ് ഒക്കെ വേണ്ട ആളുകളാണ്, ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ്. ചില ആളുകളുണ്ട് ഒന്നും വേണ്ടാത്തവരുണ്ട്. ഇപ്പോൾ എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ടല്ല, അവരതിൽ സന്തോഷം ഉള്ള ആളുകളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. വയനാട്ടിൽ നിന്ന് കാടിനകത്തുനിന്ന് കുടിയൊഴിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള പല ആളുകളോടും, എല്ലാവരും അല്ല, ചില ആളോട് ഞാൻ സംസാരിച്ചിട്ട് ഇപ്പോൾ മനസ്സിലായത് ഗോത്രവിഭാഗത്തിലുള്ള അവർ അത്ര ഹാപ്പി അല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നഗരത്തിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ ഐഡന്റിറ്റി ക്രൈസിസ് പോലെ ഭയങ്കര ഇതാണ്. മാത്രമല്ല അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ചില ആചാരങ്ങൾ, അവരുടെ ഒരു ഫ്രീഡം അതൊക്കെ നഷ്ടമാവുന്നുണ്ട്. അത് പക്ഷെ ആദ്യഘട്ടത്തിൽ അവർക്കത് അറിയില്ലായിരുന്നു, അവർ പുറത്തു പോയതാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളെപ്പോലെ അല്ലാതെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മളെപ്പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള പൊതുസമൂഹത്തെ പോലെ അല്ലാതെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒന്നും വേണ്ട, മീൻസ് നമുക്ക് ചിലപ്പോൾ തോന്നാം ഒന്നും ഇല്ലാത്തവരാണെന്ന്, പക്ഷെ അതല്ലാതെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഘട്ടത്തിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ അവരെ പറ്റിക്കാൻ പാടില്ലല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ ഭൂമിയുടെ വാല്യൂ മാത്രമല്ല, ഒരു ഏക്കറിന് ഇത്ര സ്ഥലം എന്നുള്ളത് പൈസ എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തും അവർക്ക് പൈസ കൊടുക്കണം. തീർച്ചയായിട്ടും അതും കൂടെ അക്കൗണ്ട് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എന്നിട്ട് വേണം അവരെ അവിടെ നിന്ന് മാറ്റാൻ. നേരത്തെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഈ സെന്ന 50%, അതായത് ടോട്ടൽ വനത്തിന്റെ 50%ത്തിലേക്ക് പടർന്നു എന്നാണ്? അല്ല, ഇത് വയനാട്ടിലിപ്പോൾ ഉള്ള മുഴുവൻ വനത്തിൻ്റെ അല്ല, വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു 344 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ ഏരിയ. അതിൻ്റെ 50% സെന്നയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചു കാലം കൊണ്ട് ഇപ്പോൾ ഡെൻസിറ്റി വളരെ കൂടുതലുള്ള സ്ഥലങ്ങൾ കുറവാണ്, പക്ഷേ ഇത് ഫ്യൂച്ചറിൽ സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ ചില ഫോറസ്റ്റിൻ്റെ കണക്ടിവിറ്റികളിലൂടെയൊക്കെ ഇത് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കുർവാ ദ്വീപിൻ്റെ തൊട്ട് വടക്ക്, അതായത് ബാവലി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അവിടെ എത്തി നിന്നിട്ടുണ്ട് തോൽപ്പട്ടിയിൽ നിന്ന്. അതുപോലെ തന്നെ തിരുനെല്ലി ഭാഗത്തേക്ക്, തിരുനെല്ലി പോയിട്ടുണ്ടോന്നല്ല, തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് ഈ നേരത്തെ പറഞ്ഞ തിരുനെല്ലി എലിഫന്റ് കോറിഡോറിലൂടെ അത് സ്പ്രെഡ് ചെയ്തിട്ട് ബ്രഹ്മഗിരി മലയുടെ മുകളിലേക്ക് മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഒരവസരം, ഇപ്പോൾ അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗം ഇപ്പം നിത്യഹരിത വനാണ്, അതുകൊണ്ട് അത്ര പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യില്ല. പക്ഷെ വലിയൊരു തീ ഉണ്ടായിരുന്നിരിക്കും, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നിരിക്കുക. അത് കാർഡ് എന്തെങ്കിലും തരത്തിലുള്ള ഡീഗ്രഡേഷൻ വന്നു വിചാരിക്കുക, അതും കൂടെ സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പോൾ അത് ഭീകരമായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ വയനാട്ടിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സെന്നയുടെ വ്യാപനമാണ്. കാടിനകത്ത് സെന്ന വ്യാപിക്കുന്നത് കൊണ്ടുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. അത് കേവലം പാരിസ്ഥിതികം മാത്രമല്ല, അതിന് സാമൂഹികമായിട്ടുള്ളൊരു ഡയമെൻഷൻ കൂടി ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആദിവാസി സമൂഹം ഈ കാടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അതിലിപ്പോൾ വനവിഭവങ്ങൾ കളക്ട് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. കുറുന്തോട്ടിയാണെങ്കിലും നന്നാരിക്കിഴങ്ങാണെങ്കിലും പാടത്താണെങ്കിലും ചുണ്ടവേരാണെങ്കിലും പലതരത്തിലുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എല്ലാം പോയി ഓൾറെഡി. അത് സ്പ്രെഡ് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം അത് പോയി. ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും പോകും. അപ്പോൾ പിന്നെ മറ്റത് കോൺഫ്ലിക്റ്റ് കൂടും എന്നുള്ളതാണ്. കാടിനകത്തൊന്നുമില്ല. അപ്പം മാനിനുള്ള ഫോറേജ് അതിനേക്കാൾ ബെറ്റർ കാടിന് പുറത്താണ്. അപ്പോൾ അതിങ്ങോട്ട് പുറത്തിറങ്ങും. അപ്പോൾ ഭീകരമായിട്ടുള്ള രീതിയിൽ അവിടെ കോൺഫ്ലിക്റ്റ് കൂടും. അതിന് ഇതൊരു റീസൺ ആവും. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മീൻസ് ജോഗ്രഫിക്കലി അത് 50% ആണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഡെൻസസ് ആയിട്ട് ഒരു 25-30% സ്ഥലത്താണ് നിന്നതെങ്കിൽ, ഒരു 60-70% ഹൈ ഡെൻസിറ്റി ഓഫ് സെന്ന ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ചോദിക്കണമെന്ന് വിചാരിച്ച്, ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? ഇതിന് പല വഴികളുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അന്ന് മനസ്സിലായുള്ള കാര്യം, ഒന്ന് ഇതിൻ്റെ വിത്ത് വിതരണം നടത്തുന്നത് ആനയും പുള്ളിമാനും മുള്ളംപന്നിയൊക്കെയാണ്. അപ്പോൾ ഇത് ചില സ്ഥലങ്ങളിൽ മാത്രം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1980-കളിൽ. അപ്പോൾ ഈ എപ്പി സെൻറ്റേഴ്സ് നിന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എങ്ങോട്ടാണോ സ്പ്രെഡ് ചെയ്ത് പോകുന്നത് അതിൻ്റെ മറ്റേ എഡ്ജിൽ നിന്ന് എവിടെയാണ് ഡെൻസിറ്റി കുറവ് അവിടെ നിന്ന് പറിച്ച് ഇപ്പുറത്തേക്ക് വരിക, ഈ ഡയറക്ഷനിലേക്ക് വരിക. മറ്റൊന്ന്, അതേ സമയത്ത് തന്നെ പൂക്കളുണ്ടാവുന്ന സമയത്ത്, പൂവുണ്ടായിട്ട് കായ് ഉണ്ടായിട്ടാണല്ലോ സ്പ്രെഡ് ചെയ്യുന്നത് മോസ്റ്റ്ലി. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയാം. അതായത് ബ്രാഞ്ചസ് കട്ട് ചെയ്യുക. പൂക്കൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ സീഡ്സ് ഉണ്ടാവുന്നില്ല. പാരലലി തന്നെ ഇത് അതിൻ്റെ തൈകൾ പറിച്ചളയാം. സാപ്ലിങ്സ് മണ്ണ് നനഞ്ഞിരിക്കുമ്പോൾ മഴക്കാലത്ത് പറിച്ചളയാം. പിന്നെ ഡീബാർക്കിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് അവർ ചെയ്യുന്നുണ്ട്. തോല് ചെത്തിക്കളഞ്ഞിട്ട് അതിനെ ഉണക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോൾ വനം വകുപ്പ് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് ഒരു പരിധിവരെ എഫക്റ്റീവാണ്. ഒപ്പം തന്നെ വേറൊരു ഓർഗനൈസേഷൻ അവിടെ ഇതിനെ കംപ്ലീറ്റ്ലി പിഴുതു മാറ്റുന്നുണ്ട്. അതിനകത്തൊരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പിഴുതു മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ കട്ട് എൻഡ്സ് ഉണ്ടല്ലോ, ചെറിയ വേരിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇത് മുളച്ചു വരും. ഇതിൻ്റെ കോപ്പീസിങ് എഫക്റ്റ് ഉണ്ട്. തോലി എത്തിക്കഴിഞ്ഞാലും ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രങ്കിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ബ്രാഞ്ചസ് ആയിട്ട് പുതിയ മരങ്ങളായിട്ട് തന്നെ അത് വരും, വലിയ കമ്പുകളായിട്ട് വരും. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീഡ് മാത്രമല്ല, രണ്ടും വരും. അപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്നത് ആദ്യം പറിക്കും, വലിയ മരങ്ങൾ പറിച്ചു മാറ്റിയിട്ട് പിന്നെ തൂമ്പ കൊണ്ട് മണ്ണും റിമൂവ് ചെയ്തിട്ട് വേര് മാക്സിമം റിമൂവ് ചെയ്യും. നെക്സ്റ്റ് ഇയർ മഴ പെയ്യുമ്പോൾ എവിടെ നിന്നാണ് മുളച്ചെന്ന് നോക്കും, അതും റിമൂവ് ചെയ്താലേ. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാടിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. കാടിൻ്റെ ആവരണം തിരിച്ചു വന്നിട്ട്
പിന്നെ നല്ല സ്വാഭാവികമായിട്ടുള്ള മരത്തൈകളൊക്കെ മുളച്ചു വന്ന് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം പോവും, മെല്ലെ ഒഴിഞ്ഞു പോവും കാട്ടുന്നു തനിയെ. തീർച്ചയായിട്ടും ഹൈലി ഡിഗ്രേഡഡ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഇതൊക്കെ വരുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാട്ടുതീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഗ്യാപ്പുകളിലാണ് ഇത് ഫില്ലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാപ്പുകൾ എന്നുള്ളത് മാത്രമല്ല, മനുഷ്യൻ്റെ ഇടപെടലുകളോ അല്ലെങ്കിൽ കാട്ടുതീ കൊണ്ടോ ഒക്കെ നല്ല ഡിഗ്രേഡ് ചെയ്ത് പോയിട്ടുള്ള സ്ഥലങ്ങൾ, യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻസ്, ടീക്ക് പ്ലാന്റേഷൻസ്, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് എക്സ്റ്റെൻസീവായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഒരു കാലത്ത് പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഗതികളല്ലേ? ആണ്, തീർച്ചയായിട്ടും. അല്ല ഞാൻ പറയണത്, അപ്പോൾ ചെയ്യേണ്ടത് അൾട്ടിമേറ്റ്ലി ഇതിനെ പറിച്ചു മാറ്റിയിട്ട് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, മറിച്ച് ദീർഘകാലത്ത് അപ്പുറത്ത് തീർച്ചയായിട്ടും നമുക്കൊരു ഒരു വിഷൻ വേണമല്ലോ. ആ വിഷനിൽ ഉണ്ടാവേണ്ടത് കാട് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ്. അതിന് വേറൊരു തരത്തിലുള്ള ഇടപെടൽ വേണം. അത് അവിടുത്തെ പൊതുജനങ്ങളുടെ സഹായത്തോടു വേണം ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ തുടർച്ചയായിട്ട് കേൾക്കുന്ന വേറൊരു കാര്യം എന്നാണ് ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ക്യാരിയിങ് കപ്പാസിറ്റി കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു കാടിൻ്റെ, അതുകൊണ്ട് ആനകൾ പുറത്തു വരുന്നു അല്ലെങ്കിൽ വന്യജീവികൾ പുറത്തു വരുന്നു. അതും ഒരു പരിധി കണ്ട് കറക്റ്റ് അല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഒരു ലാർജ് ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള വയനാട്ടിൽ കാടിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ആനകൾ പുറത്തിറങ്ങുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 2010-11 വർഷങ്ങളിലാണ് പിന്നെ വയനാട്ടിൽ ബാമ്പു പൂക്കുന്നത്. വയനാട് മുൻപ് നിറയെ മുളയുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പൂത്തതിന് ശേഷം പിന്നെ മുള റീജനറേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം റീജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. പല കാരണമാണ്. പല കാരണം, പ്രത്യേകിച്ച് തോൽപ്പെട്ടി ആ റേഞ്ചിൻ്റെ ഭാഗവും ബേഗൂർ റേഞ്ചിൻ്റെ ഭാഗങ്ങളിൽ മുൻപ് നിറയെ മുളകളായിരുന്നു, തിക്ക് ബാമ്പു ഉണ്ടായിരുന്ന സ്ഥലം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് ആനകളെ സംബന്ധിച്ച് നിറയെ ഫോറേജ് അവൈലബിൾ ആണ്. പിന്നീട് അത് പോയിട്ട് പിന്നെ വന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതിന് പല സ്റ്റഡീസ് നടന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ ജീവിക്കുന്ന ആണെന്നുള്ള തരത്തിൽ പറയാം. അതിനുശേഷമാണ് ആ പൂത്ത് കഴിഞ്ഞ പാടമാണ് കാട്ടുതീ ഉണ്ടാവുന്നത്. പിന്നെ വളരാനുള്ള സീഡ്സും പോയി. അപ്പോൾ പിന്നെ അപ്പോൾ ക്യാരിങ് കപ്പാസിറ്റി ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അന്ന് ബാമ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ക്യാരിങ് കപ്പാസിറ്റി അല്ലോ അതിനുശേഷം ഇപ്പോൾ സെന്ന കയറി കുറച്ചെല്ലാം കഴിയുന്ന സമയത്ത് കാടൊക്കെ നന്നായിട്ട് ആളുകൾക്ക് നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറും. അപ്പോൾ ഒരു 10-60-70 വർഷം ജീവിക്കുന്ന ഒരു സ്പീഷീസ് വളരെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുന്ന കാട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി കൊണ്ടാണ് ഇത് പുറത്തു വരുന്നത് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലിക്റ്റ് കുറേ കാലമായിട്ട് നടക്കുന്നൊരു പ്രോസസ്സാണല്ലോ, കോംപ്ലക്സുമാണ്. ഒരു മനുഷ്യനൊരു 10,000 വർഷത്തോളമായിട്ട് കൃഷി ചെയ്തൊരു ചരിത്രമുണ്ട്. മനുഷ്യൻ കൃഷി ചെയ്ത് തുടങ്ങിയ ചരിത്രം ആ കാലം മുതൽ തന്നെ ഇവിടെ കോൺഫ്ലിക്റ്റും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ മനുഷ്യൻ അന്ന് മുതലേ ശ്രമിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വയനാട്ടിൽ കോൺഫ്ലിക്റ്റ് കൂടാനുള്ള വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ ഒരു 1970-കളിൽ വലിയ രീതിയിലുള്ള എലിഫന്റ് ഹണ്ടിങ് നടന്നിട്ടുണ്ട്. അത് വയനാടിനോട് ചേർന്ന് നടക്കുന്ന കാടുകളിൽ വലിയ രീതിയിലുള്ള എലിഫന്റ് പോച്ചിങ് നടന്നിട്ടുണ്ട് കൊമ്പിന് വേണ്ടിയിട്ട്. അതും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരുന്ന ആളുകൾ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി വന്നിരുന്ന ആളുകളാണ് പ്രധാനമായിട്ട്. പിന്നെ അവർ കൊമ്പനാനകൾ മാത്രമല്ല വലിയ പിടിയാനകളെയും കൊല്ലുമായിരുന്നു. ടഷസ് എന്ന് പറയും അതിന്, കൊമ്പുകൾ പോലെ ചെറിയ പല്ലുകളുണ്ട്, ദന്തം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൊല്ലുമായിരുന്നു. അപ്പോൾ അത്ര എക്സ്റ്റെൻസീവ്ലി ഡിവാസ്റ്റേറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊമ്പനാനകളാണ് നമ്മുടെ നാട്ടിൽ കോൺഫ്ലിക്റ്റ് ഇടപെടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൊമ്പനാനകളൊന്നും ഇല്ലാത്തൊരു കാലത്ത് കോൺഫ്ലിക്റ്റ് ഇല്ല, തീർത്തളഞ്ഞു. മാത്രമല്ല മനുഷ്യനെ വലിയ പേടിയായിരുന്നു ആനയ്ക്ക്. അപ്പം അന്ന് ഞാൻ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ആനകളെ കാണാൻ വേണ്ടിയിട്ട് കാട്ടിൽ അലഞ്ഞു നടക്കുന്നത്, ഒന്ന് കാണാൻ കൊതിയായിട്ട്. വയനാട്ടിലെ കാടുകളിലാണേ. പിന്നെ ആ സാഹചര്യം മാറി. ഇപ്പോൾ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നു. അത് ഒരു 80-കളോട് കൂടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ബന്ദിപ്പൂർ, തമിഴ്നാട്, കേരള ഈ ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ അത് പൊതുവെ കൊമ്പനാനകളുടെ എണ്ണത്തിൽ ചെറിയ കൊമ്പനാനകൾ വലുതാവാനും പുതിയ ആനകൾ ഉണ്ടായിട്ട് വരാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ അവരുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാച്ചിലർ ഗ്രൂപ്പ്സ് ഉണ്ടാവുന്നു. പിന്നെ ഈ തരത്തിലുള്ള ഒരു പെർട്ടിക്കുലർ ഏജിലുള്ള കൊമ്പന്മാരെ നമ്മൾ കണ്ടു തുടങ്ങുന്നു. അപ്പോൾ അതും ഈ കോൺഫ്ലിക്റ്റും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊമ്പനാനകളെ കൊന്നുകളെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അതും ഒരു റീസണാണ്. അപ്പോൾ അതിന് അത്തരത്തിൽ തന്നെ മനസ്സിലാക്കി അഡ്രസ് ചെയ്യേണ്ടത്, അത്തരത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറേ, അതായത് ഒറ്റ വിഷയമല്ല. അപ്പോൾ ആന പല റിപ്പോർട്ട്സും കാണുമ്പോൾ നമുക്ക് തോന്നും
ഇവിടെ ചക്ക ഉണ്ടാവുന്ന സീസണിൽ, മാങ്ങ ഉണ്ടാവുന്ന സീസണിൽ അത് കണ്ടിട്ട് വരുന്നു, അതല്ലാതെ തന്നെ അരി ചോദിച്ചു നോക്കി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ റീസണിലാണ് കാര്യങ്ങളെ മാധ്യമങ്ങളും കണക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വനം വകുപ്പും കണക്ട് ചെയ്യുന്നുണ്ടാവുക, പൊളിറ്റിക്കൽ തോട്ട് പ്രോസസ്സും വർക്ക് ചെയ്യുന്നത് ഈ A to B എന്നുള്ള സൊല്യൂഷൻസിലാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ കാണേണ്ടത് എന്നുള്ളതാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഗവേഷണം നടത്തിയ ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒറ്റവാക്കിലുള്ള സൊല്യൂഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് നമുക്കിപ്പോ സർക്കാരിന് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് എന്താ പറയാം? അതിന് ആ കോംപ്ലക്സിറ്റിയെ കുറിച്ചൊന്ന് പറയാം. അതായത് പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിന് പല ലെയറുകളുണ്ട്. ഇപ്പോൾ ഒരു ലാൻഡ്സ്കേപ്പിൽ അതിന് ഇക്കോളജിക്കലായിട്ടുള്ള, ബിഹേവിയറലായിട്ടുള്ള, ആനയോ മനുഷ്യൻ്റെയും ബിഹേവിയറലായിട്ടുള്ള ആൻഡ് ഇക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലേയേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആന നാട്ടുമ്പുറത്തേക്ക് വരുന്നു, വിള നശിപ്പിക്കുന്നു. അതിനകത്തൊരു ഇക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ റീസൺ ഉണ്ട്, ഒപ്പം തന്നെ ഇക്കണോമിക്സും ഉണ്ട്. ഇപ്പോൾ ഒരു കൃഷിക്കാരൻ്റെ വിള നശിച്ചു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഇക്കണോമിക്സ്. അതിൽ തന്നെ പെർസെപ്ഷൻസ് ഡിഫറെൻ്റാണ്. ഇപ്പോൾ ഒരു കൃഷി മാത്രമല്ല ജീവനും എന്നുള്ളത് ഒരു വൈകാരികമായിട്ടുള്ള എലമെന്റും കൂടിയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ അതിനെ പെർസീവ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു ഗവേഷണ വിദ്യാർത്ഥി ഒരു കാര്യത്തെ മനസ്സിലാക്കുന്ന പോലെയല്ല ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. എഫക്റ്റഡ് ആയിട്ടുള്ള ആൾ, അയാളെ സംബന്ധിച്ച് ചിലപ്പോൾ അയാളുടെ ഇപ്പോൾ മകളെ വിവാഹത്തിന് വേണ്ടിയിട്ട് ബാക്കി നിർത്തിയിട്ടുള്ള ഒരു നെൽ വയലായിരിക്കാം. അപ്പോൾ അയാൾക്ക് അതിനോടുള്ള അറ്റാച്ച്മെൻറ്റും അയാൾ അതിനെ പെർസീവ് ചെയ്യുന്നതും വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. അപ്പോൾ പക്ഷേ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു 10 ചാക്ക് നെല്ലുള്ള കാശായിരിക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റി അവിടെ തന്നെ വന്നു. അപ്പോൾ ഇതിൽ നമ്മുടെ ആരുടെ പെർസെപ്ഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ആണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഓക്കെ. പിന്നെ ഇതിൻ്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ വളരെ വ്യത്യസ്തമായിട്ട് ഇതിനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ആന സാധാരണ നാട്ടുമ്പുറങ്ങളിൽ ഇപ്പോഴൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ആന ഇറങ്ങിയോ മാൻ ഇറങ്ങിയോ ഒക്കെ ചെയ്തിട്ട് ഗ്രാമങ്ങളിൽ ആളുകളോട് കോൺഫ്ലിക്റ്റ് ഇടപെടുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരു ആന ഒരു ടൗണിലേക്ക് നടന്നെത്തുന്ന സമയത്ത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മാറി. അതിനെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ആരും ആവട്ടെ, അവർ അതിനെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിൽ ഇടപെടുന്നുണ്ട്. അതിനൊരു ഒരു ഒരു പൊളിറ്റിക്കൽ ലെയർ അതിനകത്ത് കടന്നൊരു അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വയനാട് സയന്റിഫിക് അല്ല, ആക്ച്വലി ഒട്ടും സയന്റിഫിക് അല്ല. മാത്രമല്ല ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇപ്പോൾ ഉണ്ടായ പൊതുബോധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്ക് പോലും മുഴുവൻ പേടിയാണ്. അതായത് മുൻപ് സാധാരണ ജീവിച്ചിരുന്ന ആളുകൾക്ക് എല്ലാം കടുവയാണ്, എല്ലാം ആനയാണ് എന്നുള്ള പേടിയാണ് ഉണ്ടായത്. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പൊതുബോധമാണ് ഞാൻ പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമല്ല, കേരളത്തിലുടനീളം ജീവിക്കുന്ന ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് അത് വലിയ സംഘർഷ ഭൂമിയാണെന്നുള്ളതാണ്. കർഷകരും വന്യജീവികളും തമ്മിൽ വല്ലാത്ത സംഘർഷങ്ങളിൽ നടക്കുന്ന ഒരു ഭൂമിയാണ്, അവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്നുള്ളതാണ്. പക്ഷേ അതെയല്ല, അതിന് വസ്തുതകളുണ്ട്, അത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കോൺഫ്ലിക്റ്റ് എന്നുള്ള കാര്യത്തെ നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അത് ഇത്രയും വലിയ സ്കെയിലല്ല നടക്കുന്നത്, ഇങ്ങനെയല്ല നടക്കുന്നത്. മാത്രമല്ല, ഇത്രയും ഇഷ്യൂ നടന്നു, യഥാർത്ഥത്തിൽ സാധാരണക്കാരൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുടെ അവിടെ കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് കാടിൻ്റെ ആരോഗ്യത്തെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ആളുകൾ ഉപയോഗിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പൈസ ആളുകൾക്ക് കൊടുത്തേ പറ്റൂ, ആളുകളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ളതല്ല, കാടിനോട് ചേർന്ന് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ആ പൈസ എത്തേണ്ടതുണ്ട്. അതിലൂടെ ഒരു പൊതുബോധം ഉണ്ടായി വരണം. കാട് പ്രധാനപ്പെട്ടാണെന്നും അത് എൻ്റേതും കൂടിയാണെന്നുള്ള ബോധം ഉണ്ടായി വന്നിട്ട് അങ്ങനെ ഒരു ബോധം ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ അതിനെ നിലനിർത്താൻ പറ്റുള്ളൂ. അടിസ്ഥാനപരമായിട്ട് അവിടെ അത് നിലനിൽക്കണമെന്ന് തീരുമാനിക്കുന്ന പൊതുജനമായതുകൊണ്ടാണ്. അത് സ്റ്റേറ്റിന് മാത്രം തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പോൾ വനം വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും ഫുള്ള് ഇപ്പോൾ മെഷീൻ ഗണ്ണുമായിട്ട് അതിൽ കൂടെ നിന്ന് കഴിഞ്ഞാൽ പോലും അതിനെ സംരക്ഷിക്കാൻ പറ്റില്ല. ഇതിന് അവിടെ കാടും അവിടെ വന്യജീവികളൊക്കെ നിലനിൽക്കുന്നത് അവിടുത്തെ പൊതുജനങ്ങൾ അവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് കൊണ്ടും അവർക്ക് അതിനോട് ഏതോ തരത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റും അറ്റാച്ച്മെൻറ്റും ഉള്ളതുകൊണ്ടും മാത്രമാണെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൂട്ടേണ്ടതുണ്ട്, അടുത്ത തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, അടുത്ത തലമുറയിലേക്കും കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ ആക്ഷൻ കൊണ്ടും ഇപ്പോഴുള്ള ആളുകളിലും അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് കുറച്ചും കൂടെ വേറൊരു തരത്തിലേക്ക്. ഇപ്പോൾ അവരതിനകത്ത് ബെനിഫിറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഇപ്പോൾ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുകൊണ്ട് അവർ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അതിനോട് താല്പര്യം തീർച്ചയായിട്ടും വരും. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്ന നെൽവയലിൽ ആന ഇറങ്ങിയിട്ട് അത് ഫുൾ കളഞ്ഞിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ബേർഡൻ വഹിക്കുന്നത് മുഴുവൻ ആ കർഷകനാണ്.
പിന്നെ അതാവരുതല്ലോ, അത് പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആവശ്യമാണ്. അവിടെ ആന നിൽക്കുക എന്നുള്ളതും കാട് നിൽക്കുക എന്നുള്ളതൊക്കെ, അവിടുത്തെ കൃഷി നിൽക്കേണ്ടതൊക്കെ കാട് നിന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇത് എല്ലാവരും കൂടി എടുക്കണം. അതെങ്ങനെയാണ് സ്റ്റേറ്റ് അത് നടത്തുക എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ മെഷേഴ്സ്, അതിലത്തെ ഒരു മെഷറിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ. അതായത് ഈ ഇലക്ട്രിക് ഹാങ്ങിങ്സ്, ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒരു 10 കൊല്ലം മുമ്പ് വരെ നമ്മൾ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്രൂരതയെ പറ്റി, ഇത് ചെയ്യുന്നതിനകത്തെ അബദ്ധത്തെ പറ്റി. അത് കൃഷിക്കാർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അബദ്ധമാവുന്നതിനെ പറ്റിയിട്ട് നമ്മൾ. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വാർത്തകൾ കണ്ടപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ആന വന്നു കഴിഞ്ഞാൽ എത്രയധികം ഷോക്ക് കിട്ടും, അത് അപ്പം തന്നെ ചെത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ വർണ്ണനകളിലേക്ക് നമ്മുടെ മീഡിയ റിപ്പോർട്ടിംഗ് മാറി. അതെന്തോ ഗംഭീര സംഭവമാണെന്നുള്ള രീതി, അത് മാത്രമാണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നു. അതായത് ഈ പെർസ്പെക്റ്റീവ് മാറുന്നത് മാത്രമല്ല, ഈ സാധനങ്ങൾ എത്രത്തോളം എഫക്റ്റീവാണോ, അത്തരം സ്റ്റഡീസ് നടന്നിട്ടുണ്ടോ, അത് ശരിയാണോ, എത്തിക്കലി ശരിയാണോ? അത് ഇപ്പോൾ നമ്മളുടെ മിറ്റിഗേഷൻ മെഷേഴ്സ് എല്ലാം ഇപ്പോൾ ആഫ്രിക്കയിൽ മുൻപ് ഒരു കാലത്ത് ചില ശാസ്ത്രകാരന്മാർ പോയി അവിടെ നിന്ന് കണ്ടിട്ടുള്ള കുറച്ച് കാര്യം ഇവിടെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് എഫക്റ്റീവ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ എഫക്റ്റീവാണ്. ഇപ്പോൾ വയനാട്ടിൻ്റെ കോൺടെക്സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ചതുപ്പ് നിലങ്ങളും കുന്നിൻ ചെരുവുകളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ കുന്നൊക്കെ കീറിയിട്ട് നമുക്ക് കാണാം ട്രെഞ്ചുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ അത് എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ആളുകളുടെ പിന്നെ എന്താ പറയുക കണ്ണിൽ പൊടിയിടാന്ന് ഞാൻ പറയില്ല, അതിൻ്റെ വിഷൻ ആവശ്യമുണ്ട് ശരിക്കും. എങ്ങനെയാണ് ആ ലാൻഡ്സ്കേപ്പ്, എങ്ങനെയായിരിക്കും ആനകൾ അത് ഉപയോഗിച്ചിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കുറുവ എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ അതിന് ചേർന്ന് നടക്കുന്ന ചെതലയം റേഞ്ചിലേക്ക് ആനകൾ നാഗരോളിൽ നിന്നും തോൽപ്പടി റേഞ്ചിൽ നിന്നും സ്ഥിരമായിട്ട് കടന്നു പോകാറുണ്ട്. ഇപ്പോൾ അതിന് ക്രോസ് ചെയ്ത് നമ്മളൊരു ട്രെഞ്ചോ എന്തെങ്കിലും ഒരിക്കലും ആനകൾ കടന്നു പോകാൻ പറ്റാത്തൊരു ഫെൻസിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, തൊട്ടടുത്തുള്ള കോൺഫ്ലിക്റ്റ് കൂട്ടും. കാണുമ്പോൾ ഒരിക്കലും ആനകൾ കടന്നു പോകാൻ പറ്റാത്ത ഫെൻസോ ട്രെഞ്ചാണ് ഭയങ്കര നല്ലൊരു മിറ്റിഗേഷൻ മെഷറാണ്. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്ന ആന അതിലൂടെ ഇറങ്ങാൻ പറ്റാതെ വേറെ എവിടെയോ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ മാത്രമല്ല ചില മിറ്റിഗേഷൻ മെഷേഴ്സ് അവരുടെ ഒരു മൈഗ്രേറ്ററി പാത്തിനെ തന്നെ മുറിച്ച് കളയാം. അപ്പം നമ്മൾ ചില സമയങ്ങളിൽ അത് ശ്രദ്ധിക്കാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആനകൾ എങ്ങനെയാണ് ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. വനം വകുപ്പിൻ്റെ ഇത് പറയുകയാണെങ്കിൽ അവരാൽ കഴിയുന്നതിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ അവരുടെ ആവശ്യം. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെ വേറൊരു തരത്തിൽ വിഷൻ കുറച്ചും കൂടി വിശാലമാക്കണം. വിഷൻ എന്നുള്ള തരത്തിലല്ല, ഞാനങ്ങനെ ഇതാക്കി പറയില്ല. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഗ്രാമങ്ങളിലെ കോൺഫ്ലിക്റ്റ് ഒക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ നല്ല ആളുകൾ, ഏറ്റവും നല്ല മനുഷ്യരാണ്. പക്ഷെ അവർക്ക് കിട്ടുന്ന സാലറി ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഒരു 8,000-9,000 രൂപയൊക്കെ ആയിരിക്കാം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത്രയാണ്, വളരെയാണ് കുറവാണ്. പക്ഷെ അവർ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക. പിന്നെ അത് 1-2 ആളുകളാണ് വലിയൊരു ഏരിയ നോക്കണേ. ഇപ്പോൾ ചേകാടി എന്ന് പറയുന്ന ഒരു ഗ്രാമം നോക്കുന്നത് നഞ്ചപ്പൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ഒരു ഉദാഹരണം പറയാം. നെല്ലിൻ്റെ സമയത്ത് ചേട്ടൻ എങ്ങനെ ഓടിയാലും എവിടെ എത്തൂല. അപ്പോൾ അത്രയും വലിയ ഏരിയ ആണ്. അവിടെ അത്രയും ആനകൾ വരുന്നുണ്ട്, രാത്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളെ അലോട്ട് ചെയ്യേണ്ടി വരും. അവർക്ക് നല്ല സാലറി കൊടുക്കേണ്ടി വരും. വാച്ചർമാരുടെ ഒക്കെ സാലറി ഇപ്പോഴും ഭയങ്കര തുച്ഛമാണ് അല്ലേ? ആണ്, തീർച്ചയായിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ജോലിയുള്ള ആളുകൾക്ക് നല്ല കുഴപ്പമില്ലാതെ പോകും. ഞാൻ പറയാം കൂടുതൽ ആളുകളെ ഇപ്പോൾ വനം വകുപ്പിലേക്ക് ആളുകളെ എംപ്ലോയ് ചെയ്യുന്ന രീതിയെ മാറ്റേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ വയനാട്ടിൽ പിന്നെ ഇപ്പോൾ PSC എഴുതിയിട്ട് എറണാകുളത്ത് നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ അപ്പോൾ പോലും നമ്മൾ തീർച്ചയായിട്ടും നാട്ടിൻപുറത്തുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കണം, നല്ല വേതനം കൊടുക്കണം. റിക്രൂട്ട്മെന്റ് പ്രാദേശികമായിട്ട് നടക്കണം, തീർച്ചയായും വേണം. ഇപ്പം ഒരു പരിധി ചില സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നൊക്കെയുള്ള പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം ഫ്യൂച്ചറിൽ അത് കുറച്ചും കൂടെ ഇതാക്കിയിട്ട് ചെയ്യണം. മാത്രമല്ല ഈ വേറൊരു തരത്തിൽ അവരത് മനസ്സിലാക്കുന്നില്ല, പക്ഷെ ഒരു ചൂഷണമാണ് ഇന്നവേ. ഇപ്പോൾ ഒരാൾ രാത്രി മുഴുവൻ ഇരുന്നിട്ട് ഇത് മുഴുവൻ നോക്കാണ്, മറ്റുള്ളവരൊക്കെ നെല്ല് സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. അയാൾക്ക് മാസാവസാനം നാട്ടുകാർ വഴക്കുറയും, എന്തായാലും ആന ഇറങ്ങും, ഒരാൾക്ക് നോക്കാൻ പറ്റില്ലല്ലോ. ആളുകൾ മുഴുവൻ വഴക്കുറയും. അവരെ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ ഇന്നവേ ഒരു കൈൻഡ് ഓഫ് അവരൊരു ഇഷ്ടമില്ലായ്മയുണ്ട്. എന്നിട്ട് തുച്ഛമായ സാലറി കിട്ടുക. പിന്നെ തുച്ഛമായ സാലറിയാണ് കിട്ടുക. അപ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടേണ്ടതുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളരെ അതാണ് അതിൽ കൂടുതൽ ആളുകൾ എംപ്ലോയ് ചെയ്യണം. എന്നാൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമല്ല. ഫൈനാൻഷ്യൽ പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ആൾ എംപ്ലോയി ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും സാലറി വേണ്ടി വരില്ല. അത് മേ ബി ചില സീസണിൽ മതിയാവുമായിരിക്കും. ഇപ്പോൾ നെല്ലിൻ്റെ സീസണിൽ നെല്ലിട്ടിട്ട് ഇപ്പോൾ ജൂണിലാണ് നമ്മളിടുക.
നഞ്ചകൃഷിയാണ്. ഇപ്പോൾ ജൂണിലൊന്നും ആന ഇറങ്ങി തുടങ്ങില്ല, ചില സ്ഥലങ്ങളിലേക്കേ ഉള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു പാലുറയ്ക്കുന്ന സമയം പറയും, ആ ഒരു സമയം മുതൽ കൊയ്യുന്ന വരെയുള്ള സമയമാണ്. അപ്പോൾ അതാണ് പ്രധാന പീക്ക് ടൈം. ആ സമയത്ത് ഓരോ ഗ്രാമങ്ങളിലും കുറച്ച് ആളുകൾ എംപ്ലോയ് ചെയ്യാം, ആ സ്ഥാനത്ത് അവർക്കാണെങ്കിൽ അത് അറിയും ചെയ്യാം, ആനകളെ ഓടിക്കാനും ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ. അപ്പോൾ അത് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കാടിൻ്റെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ആരോഗ്യം തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞില്ലേ, അതിലിപ്പോൾ ഈ സെന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനത്തിന് പല രീതിയിൽ തടയുക എന്നുള്ള ഒരു സംഗതി. അതർവൈസ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റണ്ടേ? വയനാടിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്ലാന്റേഷൻസ് ഉണ്ട്, യൂക്കാലിപ്റ്റസ് ഉണ്ട്, ടീക്ക് പ്ലാന്റേഷൻസ് ഉണ്ട്. അതിന് റീസ്റ്റോർ ചെയ്യാം കുറേ ഭാഗങ്ങളിൽ. പല ഭാഗങ്ങളിൽ ഇപ്പോൾ ബത്തേരി റേഞ്ചിൻ്റെ ചില ഭാഗങ്ങളിൽ അത് ഫെയിലർ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിട്ട് ഇങ്ങനെ തേക്ക് നിൽക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അവിടെ ഒന്നുമില്ല, ബയോഡൈവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, അതിനുള്ളിൽ ഒന്നുമില്ല. പിന്നെ വേനൽക്കാലായി കഴിഞ്ഞാൽ വേനൽക്കാലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലവുണ്ട്, അതിന് സിലിക്ക കൂടില്ല, ഉറപ്പ് കൊള്ളില്ല. അപ്പം അതിനകത്ത് വേറെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല, അത് പിന്നെ ഭയങ്കര ചൂടുവാണ്, ഹീറ്റും ഇതായി ഇത് ചെയ്യും. അപ്പം അത്തരത്തിലുള്ള സ്ഥലങ്ങളെയൊക്കെ ചെറിയ പാച്ചസ് ആയിട്ട് ഞാനൊരു സമയത്ത് ആലോചിച്ചിരുന്നു. അതായത് വയനാട്ടിലെ തന്നെ സ്കൂളുകളിലെ കുട്ടികൾക്ക് കുറച്ച് സ്ഥലങ്ങൾ, വയനാട് സാങ്ച്വറിയിലുള്ള കുറച്ച് സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുക. അവരോട് പറയുന്നത് നിങ്ങളുടെ സ്ഥലമാണ്, നിങ്ങൾക്ക് അതിനെ റിസ്റ്റോർ ചെയ്യാം. അപ്പോൾ ചെറിയ പാച്ചസ് ഉണ്ടാക്കിയാൽ മതി നമുക്ക്, ചെറിയ പാച്ചസ്. ഈ പാച്ചസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ജീവികളുണ്ടല്ലോ, ഇപ്പോൾ പഴങ്ങൾ ഉണ്ടാവുന്നത്, അപ്പോൾ അതിന് വരികയോ പക്ഷികളോ ഒക്കെ കണക്ട് ചെയ്തിട്ട് അത് പിന്നീട് വന്നോളൂ. ബേസിക്കലി ചെയ്യേണ്ടത് ആളുകൾ ഉൾപ്പെടെ തിരിച്ചു ചെയ്യുകയാണെങ്കിലും ഗുണം. ഇപ്പോൾ ഇൻ കേസ് അത് തിരിച്ച് വന്നില്ലെങ്കിൽ പോലും ആ കുട്ടികളുടെ ഉള്ളിൽ ആ ബോധം ഉണ്ടാവും, ഒരു വിത്ത് നട്ടതിൻ്റെ തൈ നട്ടതിൻ്റെ ബോധം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ അതും അത് ബേസിക്കലി നടപ്പെടുന്ന അവരുടെ ഉള്ളിലാണല്ലോ. അപ്പോൾ അതിലൂടെ അത് തിരിച്ചു വരും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ തേക്ക് പ്ലാന്റേഷൻ ഉണ്ടല്ലോ, പണ്ടത്തെ ഉണ്ടാക്കിയ സംഗതിയല്ലേ, അപ്പോൾ അത് മുറിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നു. അതിന് ഈ പറഞ്ഞ പോലെ സെലക്ഷൻ ഫെല്ലിംഗ് ഒക്കെ നടത്തി അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് പ്രായോഗികമാണോ? തേക്ക് ഇപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ നിന്ന് ഒരു തരത്തിലുള്ള മരം മുറിയോ ഒന്നുമില്ല, നിർത്തി. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ റിസർവ് വനങ്ങളിൽ ഇതിപ്പോഴും തുടരുന്നുണ്ട്, മരങ്ങൾ മുറിക്കുകയും കൊണ്ടുപോയി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒണ്ടേങ്ങാടി റിസർവ് എന്ന് പറഞ്ഞിട്ട് റിസർവ് ഉണ്ട്, പിന്നെ മാനന്തവാടിക്ക് അടുത്ത് അധികം ദൂരമില്ല. അവിടെ ഇതൊരു തേക്കും തോട്ടമാണ്. തേക്കും തോട്ടം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ ഇട്ടു, അപ്പോൾ അത് മെല്ലെ കാടായി മാറി. അപ്പോൾ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആനകൾ കടന്നു വരാൻ ബുദ്ധിമുട്ടാണ്, വന്യജീവികളുണ്ട് പക്ഷെ എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോറേജിങ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ആളുകളുടെ ഡിപ്പെൻഡൻസി കുറഞ്ഞു കാടിനോടല്ലേ. ചുറ്റും ജീവിക്കുന്ന ആളുകളൊക്കെ LPG വന്നു, അപ്പോൾ വിറകെടുക്കാതെയായി, കാടിൽ പൊതുവെ ഉപയോഗം കുറഞ്ഞു, കാടിൻ്റെ ഡിപ്പെൻഡൻസി കുറഞ്ഞു. അപ്പോൾ മെല്ലെ മെല്ലെ തൊട്ടടുത്തു നിന്നുള്ള സോഴ്സിൽ നിന്ന്, ഇപ്പോൾ തോട്ടങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കാം കിളികളും ഒക്കെ, പിന്നെ കാടിൻ്റെ അകത്തു നിന്നൊക്കെയുള്ള ബാക്കി നിന്നൊക്കെ സീഡ്സ് ഒക്കെ ഡിസ്പേഴ്സ് ചെയ്തിട്ട് കാട് മെല്ലെ കയറിയിട്ട് തേക്കിൻ്റെ മേലെയും വന്നു. അപ്പോൾ ഇങ്ങനെ കനോപ്പി കവേർഡായി. അപ്പോൾ നമ്മൾ ഇടപെട്ടിട്ട് ചില സ്ഥലങ്ങളിലൊന്നും ചെയ്യേണ്ടതില്ല, വെറുതെ വിട്ടാൽ മതിയാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തോൽപ്പെട്ടി റേഞ്ചിലാണെങ്കിൽ തൊട്ടടുത്താണ് കിടക്കുന്നത് ബേഗൂർ റേഞ്ചിന് നല്ല നിത്യഹരിത വനങ്ങളുണ്ട്, കുറുവാ ദ്വീപുണ്ട്. ഇതൊക്കെ സോഴ്സുകളാണ്, അവിടെ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ചെതലയം റേഞ്ച് ഇതുപോലത്തെ ഒരു ഉദാഹരണമാണ്. അവിടുത്തെ തേക്കുന്തോട്ടങ്ങൾ പോലും തന്നെയാണ് തിരിച്ചു വരുന്നത്. അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള സസ്യങ്ങളൊക്കെ അവിടെ മെല്ലെ തിരിച്ചു വരുന്നുണ്ട്. ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് തിരിച്ചു വരുന്നത്. നമ്മൾ വലിയ മാനേജ് ഒന്നും ചെയ്യണ്ട, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ തീ വരരുത്, കന്നുകാലിയുടെ ഓവർ ഗ്രേസിങ് കുറയണം, അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും ഇത് വരും, സ്വാഭാവികമായിട്ട് തിരിച്ചു വരും. പിന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഇപ്പോൾ ഇൻവേസീവ് സ്പീഷീസ് സ്പ്രെഡ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ചെറിയ ഇടപെടലുകൾ നടത്തേണ്ടി വരും. അതല്ലെങ്കിൽ അല്ലാതെ തന്നെ സ്വാഭാവികമായിട്ടും കാട് തിരിച്ചു വരും. നമ്മൾ ഡിസ്റ്റർബൻസ് കുറച്ചാൽ മാത്രം മതി. പലതരം ഇന്റർവെൻഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് പ്രധാനപ്പെട്ടതാണ് ഈ ഇക്കോ ടൂറിസം എന്നൊക്കെയുള്ള പേരിൽ തന്നെ ടൂറിസം, പലതരം റിസോർട്ടുകൾ. അതുണ്ടാക്കുന്ന ലൈറ്റ് തൊട്ട് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഇക്കോണമി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ വേണമെന്ന് തോന്നുന്നു എനിക്ക് സംസാരിക്കാൻ. ഈ ടൂറിസം പ്രോജക്റ്റുകൾ വയനാടിനുണ്ടാക്കുന്ന ആഘാതം എന്തൊക്കെയാണ്? വയനാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ടൂറിസം ആണെന്നാണ് ഞാൻ പേഴ്സണലി പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൂറിസം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകൾ ആനകളെ കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വരില്ലായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയില്ലായിരുന്നു. ടൂറിസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നത്, ആളുകൾ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആനയെ കാണുന്ന സമയത്ത് അതിനോട് ഇഷ്ടം ഉണ്ടാവുകയാണല്ലോ ചെയ്യേണ്ടത്, ഒപ്പം അതവിടെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തിരിച്ചു പോവുക ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനോ, ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്,
പോകുന്നു, ഒരു എക്സ്കർഷന് പോകുന്ന ഒരു മോഡിൽ പോയിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ വനം വകുപ്പിൻ്റെ തന്നെ ടൂറിസം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഫാരിയാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ തോൽപ്പെട്ടിയിലാണെങ്കിലും മുത്തങ്ങയിലാണെങ്കിലും ജീപ്പിനുള്ളിൽ മനുഷ്യരെ കയറ്റിയിട്ട് കറക്കി കൊണ്ടുവരിക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അതിലെവിടെയും ഇപ്പോൾ വന്യജീവി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസി എന്ന് പറയുന്നതൊക്കെ കാഴ്ചവസ്തുക്കളല്ലല്ലോ. മാത്രമല്ല അവർ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വെള്ളമില്ലാതെ തോടിനരിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആനിമലായിരിക്കും. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് നമ്മൾ അതിനെ ഒരു എന്താ പറയുക, ഒരു കൊമോഡിറ്റി ആയിട്ട് മാറ്റുക. സൂല് കാണുന്ന പോലെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കൊമോഡിറ്റി ആയിട്ട് മാറ്റാണ് വയനാടിൻ്റെ പ്രകൃതിയെ, അവിടുത്തെ മനുഷ്യരെ, സാധാരണ ജീവിതങ്ങളെ ഒക്കെ. അത് പാടില്ല ഒരു കാരണവശാലും. മാത്രമല്ല അതുകൊണ്ട് ബെനിഫിറ്റും ചെയ്യുന്നില്ല. ഇപ്പോൾ കർഷകർ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടെന്നാണ് അവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെ ഫൈനാൻഷ്യലി ആണെങ്കിലോ കൾച്ചറലി ആണെങ്കിലോ ഒക്കെ ബെനിഫിറ്റ് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെയല്ല സംഭവിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ വയനാട്ടിൽ ഉള്ള റിസോർട്ടുകൾ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റിസോർട്ടിൽ കണക്കെടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാടിനോട് ചേർന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നിറയെ റിസോർട്ടുകൾ നിറയെ പൊങ്ങി വന്നിട്ടുണ്ട്. മഷ്റൂമിങ് ആണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് അവിടെ അടിച്ചു വരാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് തൊഴിലവസരം എന്നുള്ള രീതിയിൽ കൊടുക്കും. ഒപ്പം ഇവർ ചെയ്യുന്നത് ഇപ്പോൾ തിരുനെല്ലി എടുക്കാണ്. അതിപ്പോൾ ഭാവിയിൽ പ്രശ്നം ഉണ്ടായേക്കാം എങ്കിലും ഞാൻ പറയാം. അവിടെ 1-2 റിസോർട്ടുകളുണ്ട്. അവർ ചെയ്യുന്നത് നൈറ്റ് സഫാരി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അവർ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പബ്ലിക് റോഡുകളാണ്. ഇപ്പോൾ തിരുനെല്ലി മുതൽ തോൽപ്പെട്ടി വരെ കിടക്കുന്ന പബ്ലിക് റോഡ്, പിന്നെ കാട്ടിക്കുളം വരെ കിടക്കുന്ന മറ്റൊരു, ഇതെല്ലാം പബ്ലിക് റോഡാണല്ലോ. ഇവർ രാത്രി ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം, ഞാനവിടെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലായുള്ളത്, സഞ്ചാരികളെയും കൊണ്ട് ഈ റോഡിന് ലോങ് ആയിട്ട് രാത്രിയിൽ പോകും ജീപ്പിൽ. എന്നിട്ട് ടോർച്ച് അടിച്ചിട്ടാണ് വൈൽഡ് ലൈഫിനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ടൂറിസം നടക്കുന്നത്. അതൊരു രാത്രി യാത്ര നിരോധനമുള്ള സ്ഥലം കൂടിയല്ലേ? അല്ല, അതിലേക്ക് വരാം. പിന്നെ ഈ റോഡ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതായത് തോൽപ്പെട്ടി മുതൽ കാട്ടിക്കുളത്തേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ് ഓപ്പൺ. നമ്മുടെ ഗുണ്ടൽപേട്ട് വഴി മുത്തങ്ങ, ബന്ദിപ്പൂർ, ഗുണ്ടൽപേട്ട് ആ റോഡ് രാത്രി ക്ലോസ് ചെയ്യും. ഈ ബാബിലി വഴിയുള്ള റോഡും ക്ലോസ് ചെയ്യും. പാപ്പാട് ഇപ്പം തിത്തിമത്തി വഴി കുട്ട കണക്ട് ചെയ്തിട്ട് പിന്നെ കാട്ടിക്കുളത്തെ കണക്ട് ചെയ്യുന്ന റോഡാണ് ഓപ്പൺ. അപ്പോൾ എല്ലാ വണ്ടികളും കടന്നു പോവുക ഈ റോഡിലൂടെ മാത്രമാണ്. അപ്പോൾ അതിലൂടെ രാത്രി നടക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇതിലൂടെ കടന്നു പോകുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കുറുവ ഐലൻഡ് അവിടെ ഈ റോഡ് കില്ലിംഗ് നടക്കുന്നുണ്ടോ? റോഡ് കില്ലിംഗ് നടക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ അത്ര സ്റ്റഡി നടത്തിയിട്ടില്ല. അത് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളെല്ലാം കടന്നു നല്ലതാണ്. മാത്രമല്ല ഇത് തെക്കേ ഇന്ത്യയിൽ തന്നെ ആനകളെ സംബന്ധിച്ച്, ആ ലാൻഡ്സ്കേപ്പിൽ, എൻ്റെ ലാൻഡ്സ്കേപ്പിൽ ആനകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷണൽ കോറിഡോർ എന്ന് പറയാം. ആനകൾ സ്ഥിരമായിട്ട് വന്നു പോകുന്നത് ബ്രഹ്മഗിരിയുടെ സ്ട്രെച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ്, വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിലൂടെയാണ് ഈ വണ്ടികളെല്ലാം രാത്രി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ കാടിനും നാടിനും വേർതിരിക്കണം എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിലാണ് ഇത് സംഭവിക്കുന്നത്. ഈ റോഡുകൾ ഇപ്പോൾ അതിനും പാരലായി വേറൊരു റോഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡ് പോരാ. പിന്നെ അതുകൊണ്ട് പറയുന്നൊരു ന്യായം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിലുള്ള റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് ഭാവിയിൽ. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് രണ്ടും ഓപ്പൺ ചെയ്യും. അപ്പോൾ അടുത്ത റോഡ് വരുന്നത് അരണപ്പാറ എന്ന് പറഞ്ഞാൽ തോൽപ്പെട്ടിയിൽ നിന്ന് തെറ്റിയിട്ട് അരണപ്പാറ വഴി അപ്പപ്പാറ, പിന്നീട് കാട്ടിക്കുളത്തേക്കുള്ള കണക്ഷനാണ്. അത് മുറിച്ച് കടന്നു പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ തിരുനെല്ലി എലിഫന്റ് കോറിഡോറില്ല, മുറിച്ച് കടന്നിട്ടാണ് ആ റോഡ് പോകുക. അതല്ലാതെ അതിന് കാട്ടിക്കുളത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതും വലിയ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ഇത് ടൂറിസം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിറയെ റോഡ് നെറ്റ്വർക്കുകൾ. ഇപ്പോൾ ചെതലയം റേഞ്ചിൽ വൈകുന്നേരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിയൊക്കെ ആയി കഴിഞ്ഞ് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ സഫാരി ജീപ്പുകളാണ്. കാട്ടിനുള്ളിലുള്ള റോഡുകളിലൂടെ ഒക്കെ സഫാരി ജീപ്പുകളാണ്. അതിന് നിയന്ത്രണമൊന്നുമില്ല. അതിന് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, അതിന് നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട്. അത് ജീവികളുടെ സ്വഭാവത്തെ ബാധിക്കും, സ്വാഭാവികം. ചില റിസോർട്ടുകൾ കോറിഡോറിൽ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു കേട്ടതാണ്, അവിടെ വന്യജീവികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചില അട്രാക്റ്റൻസ് ഉപയോഗിക്കാറുണ്ട്. ഉപ്പ്, അത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വയനാട് ഇവർക്ക് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇപ്പം സ്വാമ്പ് ഉണ്ട്. ഒരു റിസോർട്ട് മുമ്പിൽ സ്വാമ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ കുളം കുത്തും. അതിനായിരിക്കില്ല ആ സ്വാമ്പിൽ കുറച്ച് സാൾട്ട് ഇടും. അപ്പോൾ എല്ലാ ആനിമൽസും, ഇപ്പോൾ ലാർജ് ഹെർബിവോഴ്സ് ഈ സാൾട്ട് ലിക്കിംഗ് എന്ന് പറഞ്ഞൊരു ബിഹേവിയർ ഉണ്ട്. സാൾട്ട് ലിക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗ്രാസിൽ ചില ഇപ്പോൾ സിങ്ക്, സോഡിയം പോലത്തെ കാര്യങ്ങൾ കുറയും ഒരു പെർട്ടിക്കുലർ സീസണൊക്കെ, പ്രത്യേകിച്ച് ഡ്രൈ സീസണിൽ. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ഇത് മീറ്റ് ചെയ്യുക ഈ ചില സ്ഥലത്ത് നിന്ന് മണ്ണ് കഴിച്ചിട്ടാ. അപ്പോൾ അതിന് ഈ സോഡിയം ഇതുള്ള അല്ലെങ്കിൽ ഉപ്പ് രുചികളൊക്കെ ഇതിനോട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അട്രാക്ട് ചെയ്യാം. അപ്പോൾ അതിലൂടെ സംഭവിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആനയോട് അടുത്ത് ഇവർ ഇടപെടുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള കാണലുകൾ, ഇടപെടലുകളിലൂടെയൊക്കെ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ അത്
ആളുകളുടെ അടുത്തേക്കും കൃഷിയിടങ്ങളിലേക്കൊക്കെ പോവുകയും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടും. ഓക്കെ. ഇപ്പോൾ കുരങ്ങന്മാരുടെ കേസിലും അതാ സംഭവിച്ചത്. വയനാട്ടിൽ ടൂറിസം കൂടി ഹാൻഡ് ഫീഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ അതായി മാറി. തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. അവർ ഒന്ന് ബെഗേഴ്സായി മാറി, മറ്റൊന്ന് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളായി മാറി. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ടൂറിസത്തിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നോക്കൂ, വയനാട്ടിൽ ഇപ്പോൾ കുറുവ പോലൊരു സ്ഥലം, കുറുവ ഐലൻഡ് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റാണ്. ഇപ്പോൾ കേരളത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്ഥലം. പശ്ചിമഘട്ടത്തിൽ തന്നെ ഉണ്ടാവില്ല. അത്രയും യുണീക്കാണ്, അത്രയും ഫ്രജൈലുമാണ്. അവിടെ ഒരു ദിവസം കടന്നു പോകുന്ന 100 കണക്കിന് ആളുകളാണ്, ഒരു കൺട്രോളും ഇല്ലാതെ. അത് ആനകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഇപ്പോൾ കബനി നദിയുടെ തെക്കൻ കരയിലേക്കും വടക്കൻ കരയിലേക്കും ആനകൾ മൂവ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ടൊരു ഈ പറഞ്ഞ കോറിഡോറായിരുന്നു, അല്ലെങ്കിൽ ആനത്താരയായിരുന്നു. അത് മുഴുവൻ മുറിഞ്ഞു പോയി. അതിൻ്റെ കുറച്ചും കൂടെ കിഴക്കുള്ള ഭാഗങ്ങളെല്ലാം പോയി. ഇപ്പോൾ ഈ കുറുവയുടെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ബാവലി ഭാഗമൊക്കെ പോയി. ഇപ്പോൾ കുറുവയുടെ ഭാഗത്ത് മാത്രം ഇത്തിരി കാടും പച്ചപ്പും നനവും ഒക്കെ ഉള്ളൂ. അവിടെ ഇപ്പോൾ ആനകൾക്ക് നിൽക്കാൻ പറ്റില്ല. മുഴുവൻ സമയം ആളുകളാണ്. അപ്പോൾ സ്വാഭാവികത പൂർണ്ണമായിട്ടും പോയി. അപ്പം ഞാൻ എൻ്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് കാട്ടിൽ കാണാൻ വരുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട ബോധം എന്ന് പറയുന്നത് അതിനോടുള്ള ഇഷ്ടവും അതോടെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതല്ല സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ടൂറിസം കംപ്ലീറ്റ്ലി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ പേര് മാറ്റേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അതായിരിക്കരുത് അതിൻ്റെ അപ്രോച്ച്. കടന്നു വരുന്ന ആളുകൾക്ക് അവിടെയുള്ള കമ്മിറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റണം. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലേ ഈ ക്യാമ്പുകളൊക്കെ വെക്കുമായിരുന്നു, തോൽപ്പെട്ടിയിൽ ഒക്കെ. അത് പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ എങ്ങനെ കാട്ടിനകത്ത് ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഒരിക്കലും സൂ കൺസെപ്റ്റിലല്ല കോളേജിലും സ്കൂളിലൊക്കെ ഉള്ള കുട്ടികളെ കൊണ്ടുവരുന്നത്. ഇപ്പൊ അത്തരം ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ട്, അറിയോ? നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മുൻപ് വയനാട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയാം. മുൻപ് ഇപ്പോൾ ഈ പറഞ്ഞ പഴശ്ശി ഗ്രന്ഥാലയം വയനാട്ടിലുള്ള കുട്ടികൾക്കിടയിൽ പരിസ്ഥിതി ബോധം വളർത്തുന്നതിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ തലമുറയിലുള്ള കുറേ ആളുകൾ തൊഴിലോ മറ്റ് കമ്മിറ്റ്മെൻറ്റൊക്കെ ആയിട്ട് പോയതിനു ശേഷം അത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ വനംപോപ്പിന് ക്യാമ്പുകളുണ്ടായിരുന്നു മുൻപ്. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി പെയ്ഡായി. ഇപ്പോൾ കുട്ടികൾ പേ ചെയ്തിട്ട് വേണം ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളാണ് ആയിരിക്കാം. നേരത്തെ സർക്കാർ നടത്തിയിരുന്നു. അത് പൂർണ്ണമായിട്ടും സർക്കാർ ചെലവായിരുന്നു. അത് ഒരു പരിധിവരെ വലിയൊരു തരത്തിൽ ഗുണകരമായിരുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുമായിരുന്നു. അതിലൂടെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമായിരുന്നു. ചെയ്യേണ്ട ഒരു കാര്യം അതാ. കാടിനെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാടിനുള്ള വണ്ടി ഇട്ട് കറങ്ങി ജീവികളെ പേടിപ്പിക്കാനോ ഒന്നും അല്ലാതെ നടന്ന് കാടിനെ മനസ്സിലാക്കാനും അതോടെ നിലനിൽക്കാനുള്ള ബോധം ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള ടൂറിസം അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ. അതല്ലാതെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ വലിയ റിസോർട്ടുകൾ, അവരുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, ടൂറിസം എന്ന് പറയുന്ന ഐഡിയ, അത് വയനാടിന് വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ വലിയൊരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കും. അതൊക്കെയാണ് ശരിക്കും അഡ്രസ് ചെയ്യേണ്ട പ്രശ്നം. അതല്ലാതെ പിന്നെ ഈ എന്താ പറയുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ട് വേണം ഇത്തരം ടൂറിസം. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. അതിനകത്തൊരു തർക്കമൊന്നുമില്ല. ലോകരാഷ്ട്രങ്ങളും മുഴുവൻ അതിനെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ട നിർബന്ധിതാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളും അതിനെ പറ്റിയിട്ട് അവെയറാണ്. പക്ഷേ വലിയ അന്താരാഷ്ട്ര ഉച്ചകോടികൾ നടക്കുകയും മൈക്രോ ലെവലിൽ ഇതിനെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പോളിസീസ് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം എല്ലാവിടെയും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ കുറച്ചും കൂടി അതിനോട് പോസിറ്റീവായ അപ്രോച്ചാണെന്ന് തോന്നുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ, നമ്മുടെ ഇവിടുത്തെ ജോഗ്രഫിക്കൽ പ്രത്യേകതകൾ, ഇതെല്ലാം ഒക്കെ ശരിയാണ്. പക്ഷെ ഈ ഒരു വൈരുദ്ധ്യം ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അക്കാദമിക് കമ്മ്യൂണിറ്റി, പൊളിറ്റീഷ്യൻസ് അത് ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടതില്ലേ? നമ്മളിവിടെ അത്തരത്തിലുള്ള അവയർനെസ്സും ആ ഒരു തരത്തിലുള്ള അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടേ ഇല്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കാലാവസ്ഥ മാറ്റം ഇപ്പോൾ ഏതൊരാളോടും, ഒരു പ്രായമുള്ള ഒരാളോട് ഉപയോഗിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും അവർ, നോക്കും, മഴ മുൻപ് 6 മാസം മഴ പെയ്തിരുന്ന വയനാട്ടിൽ ഇപ്പോൾ 2 മാസമോ 3 മാസമോ മഴ, അതും കാലം തെറ്റി മഴ. മുൻപ് ജൂൺ മാസത്തിൽ മഴ പെയ്യും, ആദ്യ വാരം മഴ പെയ്യും എന്ന് പറഞ്ഞിരുന്ന മഴ ജൂൺ മാസത്തിലേ ഇല്ല, ജൂലൈയിൽ അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുക. അപ്പോൾ വലിയ രീതിയിലുള്ള കാലാവസ്ഥാ മാറ്റം നടക്കുന്നുണ്ട്. അത് പക്ഷേ വയനാട്ടിൽ നടക്കുന്ന ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് നടത്തുന്ന പ്രവർത്തനം കൊണ്ട് ലോകത്തിൽ മുഴുവനുള്ള ഇതും മാറില്ല. പക്ഷേ റീജിയണലി വരുത്തുന്ന ചില മാറ്റങ്ങളുണ്ട്. നമുക്ക് അവിടെ ജീവിക്കാൻ, അവിടുത്തെ വന്യജീവികൾക്കോ മനുഷ്യനോ ഒക്കെ ജീവിക്കാനുള്ള
പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വയനാട്ടിലെ ബാക്കി നിൽക്കുന്ന കാടുകൾ കത്താതെ സൂക്ഷിക്കുകയോ അതിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ബഫറിങ് എഫക്റ്റിൽ നമ്മുടെ കൃഷിയോ കന്നുകാലികളോ ഒക്കെ അവിടെ നിലനിൽക്കും. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അത് ഒരു കാലം ഇത് മനസ്സിലാക്കിയിട്ടില്ല മനുഷ്യര്. അതാണ് നേരത്തെ പറഞ്ഞ ഈ സതീഷ് ചന്ദ്രൻ സാറും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു സയൻസ്. അത് ലോകം മനസ്സിലാക്കി പറ്റൂ, ഇല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും. അപ്പൊ അതിനെ മനസ്സിലാക്കിയിട്ട് ലോകം അല്ലെങ്കിൽ മനുഷ്യർ ഇടപെടുന്ന ഒരു കാലത്ത് അങ്ങനെ വരും എന്ന് വിചാരിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പക്ഷെ കുറെ വൈകി പോയിട്ടുണ്ട് തീർച്ചയായിട്ടും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാനിപ്പോൾ വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു മലയുണ്ട്, അതിൻ്റെ പേര് മുത്തുമാരി മല എന്നാണ്. എല്ലാ വർഷവും കത്തും. അത് എല്ലാ വർഷവും കത്തിക്കുന്നതാണ്, മനുഷ്യർ കത്തിക്കുന്നതാണ്. അത് പല ആവശ്യങ്ങളുണ്ട്. മുൻപ് പിന്നെ പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കത്തിച്ചതായിരുന്നെങ്കിൽ ഇന്ന് ഹണ്ടിങ്ങിന് വേണ്ടി ആളുകൾ കത്തിക്കുന്നതായിരിക്കാം. അപ്പോൾ കത്തി ഹണ്ടിങ് നടക്കുന്നുണ്ട്. ഹണ്ടിങ് നടക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ടാവാം. പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ, വാർത്തകളായിട്ട് ആളുകൾ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള നടക്കുന്നുണ്ടല്ലോ. കത്തി എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മലയുടെ ചെരുവുകളെല്ലാം മണ്ണെല്ലാം ഒഴുകി പോയിട്ട് പാറ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് കാണാം ദൂരെ. അപ്പോൾ ഒരു നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും വയനാട്ടിലുള്ള മലനിരകളിലെ പുൽമേടുകളെല്ലാം കത്തും, പല പുൽമേടുകളും കത്തും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മുൻപുണ്ടായിരുന്ന തരത്തിലല്ല ഇനി എഫക്ട് ചെയ്യാൻ പോകും. ഈ സതീഷ് ചന്ദ്രൻ സാറ് തന്നെ മുമ്പ് എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ട്, ഒരിക്കലും കത്തുന്ന ഒരു പ്രതിഭാസമല്ല, കത്തിക്കൽ തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും. അല്ലായിരുന്നെങ്കിൽ മുള കത്തിയ സമയത്ത് എല്ലായിടത്തും കത്തണമായിരുന്നു. മുള പൂത്ത സമയത്ത് മുള പൂത്ത് ഒരഞ്ഞ് തീ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കില്ല. നമ്മുടെ വെറ്റായിട്ടുള്ള ഫോറസ്റ്റാണ്. ഇപ്പം നമ്മുടെ കാടുകൾ അങ്ങനെ കത്തുന്ന സ്ഥലങ്ങളല്ല, പക്ഷേ ആളുകൾ കത്തിക്കാറുണ്ട്. പക്ഷേ ഇനി കത്താൻ പാടില്ല. പറ്റുമെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വൈകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ വയനാടിൻ്റെ കാലാവസ്ഥ വലിയ രീതിയിൽ എനിക്ക് ഇത്ര പ്രായമായിട്ടുള്ളൂ, പക്ഷേ അതിനിടയിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉച്ച സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത വയനാടായിട്ട് മാറിയിട്ടുണ്ട്. വിളകളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയനാടിന് ചുറ്റി നിൽക്കുന്ന ഒരു ബെൽറ്റ് പോലെ നിൽക്കുന്ന കാടിൻ്റെ ചെറിയ ഒരു ആവരണമുണ്ട്, ഒരു തുരുത്തുണ്ട്. അത് നിലനിൽക്കുക, അങ്ങനെ തന്നെ നിലനിർത്തണം. അതിനെ പറ്റുമെങ്കിൽ പരിപോഷിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലൂടെ മാത്രമേ എന്താ പറയുക മനുഷ്യനും അവിടുത്തെ വന്യജീവികൾക്കൊക്കെ ദീർഘകാലം നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ കോൺസെപ്റ്റിൽ, നമ്മുടെ സമൂഹം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അവിടുത്തെ ആനയും അവിടുത്തെ മാനും പന്നിയും അവിടുത്തെ ആദിവാസിയും എല്ലാവരും വരുന്ന ഒരു അത്തരത്തിലും വേണം നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാവാനും. അതിന് മാത്രമേ ദീർഘകാലം നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാത്തിനും ഇല്ലാതാക്കി കളഞ്ഞിട്ട് മനുഷ്യന് മാത്രം വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നിലനിർത്തിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്, വാലിബൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, അതിലൊരു ഫസ്റ്റ് ഒരു സീനുണ്ട്. അതിനകത്ത് മോഹൻലാൽ ഒരു ബുള്ളോ കാർട്ടിൽ വരുന്നുണ്ട്, ഒരു കാളവണ്ടിയിൽ വരുന്നുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കേരളത്തിനെ നമ്മൾ കണ്ടുവരും, ഡ്രൈ ആയിട്ടുള്ള അതുപോലെ ഇരിക്കും, ഒരു മരുഭൂമിയായിരിക്കും. അപ്പോൾ അത് വേണ്ടെങ്കിൽ വേറൊരു തരത്തിൽ ചിന്തിച്ചു തുടങ്ങേണ്ടതുണ്ട്, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആളുകൾ. തീർച്ചയായിട്ടും. പിന്നെ റീബിൽഡിങ് കേരള എന്ന് പറയുന്ന ഒരു ആശയമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ റീബിൽഡിങ് കേരളയിൽ ഉണ്ടാക്കേണ്ടത് കുറേ കെട്ടിടങ്ങളോ പാലങ്ങളോ ഒന്നുമല്ല. നമ്മുടെ നശിച്ചുപോയിട്ടുള്ള കാടുകളൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം കൂടെ നടത്തണം. അതിൻ്റെ കൂടെ ഈ ചെരുവിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട് കുറേ, അത് കുഴപ്പമില്ല. നമുക്ക് ബാക്കി നിൽക്കുന്ന സ്ഥലത്ത് കത്തി പോയിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് തൈകളൊക്കെ വെച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം, അരുവികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം. അതിന് അത്തരത്തിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ വളരെ വൈകിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഇത്ര വിദ്യാസമ്പന്നരാണെന്നൊക്കെ പറയുമ്പോഴും സാക്ഷരതയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും പരിസ്ഥിതി വിദ്യാഭ്യാസത്തിൽ ഇത്തരത്തിലുള്ള ബോധ്യങ്ങളിൽ എത്ര മുമ്പോട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അത് ഉണ്ടായിരുന്ന ബോധം പോയതാണോ എന്ന് പോലും എനിക്ക് ഇടയ്ക്ക് സംശയം തോന്നാറുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഈ വൈകാരിക എലമെന്റ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ സംഭവിക്കുന്നത് കൊണ്ടാണ് മാധ്യമങ്ങൾ ഇതുപോലെ ഇതിന്റെ പുറകെ പിടിച്ച് എന്താ പറയുക സയന്റിഫിക് അല്ലാത്ത രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനകത്ത് എക്കണോമിക് താല്പര്യങ്ങളും ആ ഒരു വിഭാഗത്തിൻ്റെ ഒരു കാർഷിക ഒരു കുടിയേറ്റ കർഷകർ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പലതരത്തിലുള്ള താല്പര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതൊരു ഇഷ്യൂ തന്നെയാണ്. ആളുകൾ കൊല്ലപ്പെടുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അങ്ങേയറ്റം വൈകാരികമാണ്, ലോസ് ആണ്. അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന സൊല്യൂഷൻസ് എല്ലാം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമയമെടുത്ത് കാലമെടുത്ത് പൊങ്ങി വരേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ അവിടെ വൈകാരികമായിട്ടും അല്ലാണ്ടും നിലനിൽക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യാൻ പറ്റും?
ആദ്യം ഇപ്പോൾ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു എൻകൗണ്ടർ നമുക്ക് പല സമയങ്ങളിലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വയനാടിൻ്റെ പോപ്പുലേഷൻ ഒരു 2011 നടന്നുള്ള സെൻസസിൽ 9 ലക്ഷം ആണ്. ഇപ്പം 2021 നടന്നിട്ടില്ല. ഇപ്പം അതൊരു 12 ലക്ഷം ആയിട്ടുണ്ടാവും. വലിയ ഹ്യൂമൻ പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ പലരും നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യരും ആനയും എല്ലാം ഇടകലർന്ന് ജീവിക്കുന്ന സ്ഥലമാണ്. ആനകൾ പലപ്പോഴും കാടിന് പുറത്തു വരും. അപ്പോൾ എൻകൗണ്ടർ നമുക്ക് പല സമയത്തും ആളുകൾ കാടിനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുമാണ്. അപ്പോൾ എൻകൗണ്ടറിൽ ഉണ്ടാവാം. അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഭാവിയിൽ കൂടാം. ആ സാഹചര്യം കൂടെ ഞാൻ പറയാം. അതിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, ഇത്തരത്തിലുള്ള കാഷ്വാലിറ്റി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റേറ്റ് കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നൊരു ഇത് എനിക്കറിയാം. ഇപ്പോൾ മരിച്ച ആൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പകരമാകില്ല എന്നറിയാം. പക്ഷെ ഇപ്പോൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ എമൗണ്ട് വളരെ കുറവാണ്. ഇപ്പോൾ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരാളുടെ ജീവനുള്ള വിലയല്ല. അതിപ്പോൾ ഞാൻ പറയാം മിനിമം 50 ലക്ഷം രൂപയും കൊടുക്കണം. ഒരു ഇത് പറയാം. പിന്നെ അതുപോലെ ക്രോപ്പുകൾക്കുള്ള വില അതും വളരെ കുറവാണ്. ഇപ്പോൾ കൊടുക്കുന്ന പൈസ വളരെ വളരെ തുച്ഛമാണ്. അത് പോരാ. ഇപ്പോൾ ഒരു തെങ്ങിന്, ഒരു കായ്ക്കുന്ന തെങ്ങിന് ചിലപ്പോൾ കൊടുക്കുക 2000 രൂപയായിരിക്കും. അതിൽ കുറവാണ്, 2000 രൂപ കൂട്ടിക്കൊള്ളൂ. പക്ഷേ ഒരു സീസണിൽ അവർക്ക് ചിലപ്പോൾ 2000 രൂപ തേങ്ങ കിട്ടും അതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ലൈഫ് ടൈമിൽ ഒരു തെങ്ങിന്ന് കിട്ടുന്ന ക്രോപ്പ് എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണ്ടി വരും ചിലപ്പോൾ അതിനുള്ള പൈസ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ മരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആനമലൈ ലാൻഡ്സ്കേപ്പിൽ ഇപ്പോൾ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഉണ്ട്. പിന്നെ ആളുകളെ തന്നെ അവെയർ ചെയ്യാം. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ആനയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾ ഇൻഫോം ചെയ്യുന്ന രീതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ വയനാടിൻ്റെ ഒരു പ്രത്യേക ഒരു ജോഗ്രഫിക്കൽ ആൻഡ് ലാൻഡ് കവർ വെച്ചിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് കോഫി ആൻഡ് അടഞ്ഞിട്ടുള്ള ഇതാണ്, മേലെ കനോപ്പിയുള്ള മരങ്ങളുള്ള സ്ഥലം. അപ്പോൾ വിസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ വനം വകുപ്പിന് തന്നെ ചില ഇടപെടലുകൾ നടത്താൻ പറ്റും. ഇപ്പോൾ നോക്കൂ, ഒരാന ഇറങ്ങിയിട്ട് തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിൽ വരുന്ന സമയത്ത് അന്ന് തടിച്ചുകൂടി ആളുകളുടെ എണ്ണം നോക്കൂ. എന്തോരം ആളുകളാണ് അതിന് ചുറ്റും വളഞ്ഞു കൂടി നിന്നിട്ടുള്ളത്. അന്ന് ഞാൻ പറഞ്ഞിട്ടത്, അതിനകത്തൊരു വാച്ചർ പറഞ്ഞത്, ഒരു ബുദ്ധിമുട്ടില്ല, നമ്മളെ 2 പേരെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനയെ ഡ്രൈവ് ചെയ്തിട്ട് കാട്ടിൽ കയറ്റി വിടാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അവർക്ക് അതിനുള്ള പവറുള്ള ആളുകളല്ലല്ലോ. നിങ്ങൾ ആളുകളെ മാത്രം മാറ്റി നിർത്തി തന്നാൽ മതി, നമ്മൾ അവരെ ആനയെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളും കൂടെ വേറൊരു തരത്തിൽ ഇടപെടേണ്ടതുണ്ട് ചില സമയത്ത്. പിന്നെ വേറെ തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ ഒരു ആന വന്നിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കണം, അതിനകത്ത് ഇടപെടരുത്. ഇപ്പോൾ അതൊരു റൂഗായിരിക്കാം, അല്ലെങ്കിൽ ഏതോ സ്വഭാവമുള്ള ഒരു ആനയായിരിക്കാം. അപ്പോൾ ആളുകൾ വേറൊരു തരത്തിൽ ഇടപെട്ടേ പറ്റൂ. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വേറൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് അത്തരത്തിൽ പറയല്ല എങ്കിലും, മദ്യപാനം വയനാട്ടിൽ പ്രത്യേകിച്ച് ഈ എലോങ് ദ ബൗണ്ടറി, ഈ ബോർഡർ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ അത് വളരെ ചീപ്പായിട്ട് ഇപ്പോൾ കർണാടക ബോർഡറിലേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് കിട്ടും. ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഫീൽഡ് വെഹിക്കിളിൽ അവരെ കയറ്റിയിട്ട് കാട് ക്രോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അവർ മദ്യപിച്ചിട്ട് അവിടെ നടന്നു വരും കാട്ടിലൂടെ. അങ്ങനെ മരണപ്പെട്ട 1-2 പേരെ എനിക്കറിയാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാടിനകത്ത് വെച്ചിട്ട് മരണപ്പെട്ടവരറിയാം, കാടിന് പുറത്ത് വെച്ച് മരണപ്പെട്ടവരറിയാം. അപ്പോൾ മദ്യം ഒരു കോംപ്ലക്സ് ലെയർ, അതിന് മേലെയുള്ള വേറൊരു ലെയറാണ്. അപ്പോൾ അതും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. മദ്യപിച്ചിട്ട് ഇപ്പോൾ ഒരു കാടിനകത്തുള്ള ഗ്രാമത്തിലുള്ള ഒരാൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ മദ്യപിച്ചിട്ടാണ് കാട്ടിൽ പോകുന്നതെങ്കിൽ എൻകൗണ്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഓടാനോ രക്ഷപ്പെടാനോ ഉള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ അതിനെയും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ആനയുടെ പ്രസൻസ് കൂടിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. ചെതലയം റേഞ്ച്, ചെതലയം എന്ന് പറയുന്ന കാടും കുറുവേനോട് ചേർന്ന് നടക്കുന്ന ചെതലയത്ത് ആനയുടെ പ്രസൻസ് കൂടുതലാണ്. മുൻപ് ആളുകൾ പറഞ്ഞത്, അതിലൂടെയൊക്കെ കാട്ടിൽ രാത്രി ലൈറ്റ് ഇല്ലാതെ അതിലൂടെ നടന്നു പോയിരുന്നു ഒരു 15 കൊല്ലം മുൻപ് വരെ. ഇപ്പോൾ പകൽ പോലും നടക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആനയുടെ പ്രസൻസ് കൂടിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അപ്പം അതിനനുസരിച്ച് ആളുകളുടെ ഒരു ബിഹേവിയറിലും ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ചില ആനകൾ ഇഞ്ചോർഡാണ്. ഇപ്പം മനുഷ്യനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ അവർ ഏതൊക്കെയോ തരത്തിൽ ഇഞ്ചോർഡാണ്. പിന്നെ കല്ലെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ തരത്തിൽ ഇഞ്ചോർഡാണ്. അവർ ദേഷ്യമുണ്ട് അവരുള്ളിൽ. അപ്പോൾ കൊമ്പനാനകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ കാടിനകത്തുനിന്ന് ഇപ്പോൾ എല്ലാ ആനകളും ഒരുപോലെ തന്നെ ബിഹേവ് ചെയ്യണമെന്നില്ല, മുൻപ് ചെയ്തതുപോലെ ആവണമെന്നില്ല. വളരെ ഇഞ്ചോർഡായിട്ട് മനുഷ്യർ വളരെ ദേഷ്യമുള്ള അഗ്രസീവായിട്ട് നിൽക്കുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ടാവാം.
അപ്പോൾ അതുകൊണ്ട് അവരോട് അത്തരത്തിൽ വേണം ഇടപെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം അടുത്ത് പോകാതിരിക്കുകയോ ഒഴിവായി പോവുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആനകളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട് മനുഷ്യരോടുള്ള ഈ എൻകൗണ്ടേഴ്സ് കൊണ്ട്. അതും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടുള്ളൊരു ഒരു 14-15 അല്ലെങ്കിൽ ഒരു 10-20 വർഷത്തിനിടയ്ക്ക് കണ്ടിട്ടുള്ള ഒരു ആളുകൾ ആനകൾ നന്നായിട്ട് ഇഞ്ചോർഡ് ആവുന്നുണ്ട്. ഇപ്പോൾ നടന്നിട്ടുള്ള നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം അത് ഇപ്പോൾ കേരളത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്നാവാം, എവിടെ നിന്നാവാം. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യനോടൊരു ഇതുണ്ടാവുമല്ലോ, ദേഷ്യം ഉണ്ടാവുമല്ലോ. അതും ഈ റേഡിയോ കോളർ വെച്ചിട്ട് വിടുന്ന ഏർപ്പാടുണ്ടല്ലോ. അപ്പോൾ ആ കോളറുള്ള ആനയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അത് ആളുകളെ ഇൻഫോം ചെയ്യുന്നതിൽ വന്നിട്ടുള്ള പിഴവാണോ? ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ടതല്ലേ, ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റേണ്ടതല്ലേ ഈ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെ? അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അത് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുള്ള അബദ്ധമല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനകളെ അതിൻ്റെ ഇത് റേഡിയോ കോളറിന് മുൻപ് ആനകളെ ഒരു ട്രാൻസ്ലൊക്കേഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാം. ഇവിടെ സംഭവിച്ചുള്ളത് ഹാസൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആനകളെ പിടിച്ചിട്ട് അവിടെ വലിയ പ്രശ്നമാണ്. അവിടെ കാട് വളരെ കുറവാണ്. അപ്പോൾ അവിടെ നാട്ടുമ്പുറത്തൊക്കെ കറങ്ങി നടക്കുന്ന കുറച്ച് ആനകളുണ്ട്, പ്രശ്നക്കാരായിട്ടുള്ള ആനകൾ എന്ന് അവർ പറയുന്ന ആനകൾ. അവരെ പിടിച്ച് ബന്ദിപ്പൂരിൽ കൊണ്ട് റിലീസ് ചെയ്തതാണ്. അപ്പോൾ അവർ തിരിച്ചു പോകുന്ന സമയത്ത് മീൻസ് ആനകളിപ്പോൾ കുറച്ച് സ്വഭാവം കാണിക്കും. വാണ്ടറേഴ്സെന്നും ഹോമേഴ്സെന്നും സെറ്റിലേഴ്സെന്നൊക്കെ പറയും അവരെ. ഈ 3 സ്വഭാവങ്ങളാണ്. 2011 നടന്നുള്ള സ്റ്റഡി ഉണ്ട്. ഫെർണാണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സയൻറ്റിസ്റ്റ്, പുള്ളി ശ്രീലങ്കയിൽ സ്റ്റഡി ചെയ്തത്. അപ്പോൾ ഒരു 16 ആനകളെ, ഈ കൊമ്പൻ ആനകളെ ഇതുപോലെ ഇവർ കോളർ ചെയ്തിട്ട് വേറെ സ്ഥലങ്ങളിൽ റിലീസ് ചെയ്ത ആനകളെ കുറിച്ച് പഠിച്ചു. അതിനകത്ത് മനസ്സിലായത് 2 ആനകൾ ചത്തുപോയി, ബാക്കി 14 എണ്ണം എവിടെയാണോ റിലീസ് ചെയ്തത് അവിടെ നിന്ന് അത് വിട്ടിട്ട് തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തുക, അവിടെ നിന്ന് പുറത്തു പോയി. അപ്പോൾ ചില ആനകൾ അവിടെ തന്നെ നിൽക്കും, സെറ്റിലേഴ്സ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ്. ഹോമേഴ്സ് എന്ന് പറയുന്നവർ തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. എവിടെ നിന്നാണോ പിടിച്ചത് അങ്ങോട്ട് തിരിച്ചു പോകും. അതെ. ഒരു പക്ഷേ അതുപോലെ വാണ്ടറേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലഞ്ഞു നടക്കും. ഇപ്പം സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തിയതായിരിക്കാം. ഈ ആനകൾ തിരിച്ചു പോകാനുള്ള ശ്രമം നടത്തിയതായിരിക്കും. വയനാട് 2 ആനകളും വയനാട്ടിൽ വന്നു. അപ്പം നേരത്തെ ചോദിച്ചല്ലോ ആനകളുടെ ഓർമ്മയെക്കുറിച്ച്. ഒരു പക്ഷേ അവരുടെ ഏതോ ഒരു തലമുറയിൽ ആരോ ഈ വയനാടൊക്കെ സ്വാഭാവികമായിട്ട് ഉപയോഗിച്ചിരുന്നിരിക്കാം. കൊടകിൻ്റെ തൊട്ട് വടക്കാണ് ഹാസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സെയിം ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമാണ്. 2 ആനകളും വയനാട് വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വയനാടിൻ്റെ കണക്ഷൻ ഉണ്ട്. അതും മാനന്തവാടിയോട് ചേർന്നുള്ള സ്ഥലത്തോടെ അവർ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണമല്ലോ. അപ്പോൾ റേഡിയോ ടെലിമെട്രിയുടെ കോൺടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഈ റേഡിയോ ടെലിമെട്രി ബേസിക്കലി കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്ന ഒരു കാര്യമല്ല. ആനകളുടെ ഒരു ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ആണ്. പിന്നെ അവയിലൂടെയൊക്കെ മൂവ് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെയുള്ള ലൊക്കേഷൻസ് കിട്ടും, മനസ്സിലാവും. പക്ഷേ ഇത് മേടിക്കുക, ഈ കോളേഴ്സ് മേടിക്കുക കമ്പനീസിൻ്റെ അടുത്ത് നിന്നാണ്. ഇപ്പോൾ ആഫ്രിക്കൻ വൈൽഡ് ലൈഫ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരുടെ കോളറാണ് അവർ ഉപയോഗിക്കണത്. അപ്പോൾ ഇത് ഇപ്പോൾ ലൊക്കേഷന് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ലൊക്കേഷൻസ് കിട്ടണം അതെല്ലാം തീരുമാനിക്കുക കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി കർണാടക സ്റ്റേറ്റിൻ്റെ അടുത്താണ് അതിൻ്റെ എല്ലാ ഇതുള്ളത്, യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉണ്ടാവും, ഡാറ്റ എല്ലാം ഉള്ളത്. ഇപ്പോൾ അവർ കോളർ ചെയ്തുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഒക്കെ ഡാറ്റ അവരുടെ അടുത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്കാണ് അത് മാനേജ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അതവർ കേരള സ്റ്റേറ്റ് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഇവർക്കാണല്ലോ അതിർത്തിയുള്ളതല്ലോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഓരോ യൂസർ നെയിം പാസ്വേഡിൽ മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. ചിലപ്പോൾ അവർ കോളർ ചെയ്ത എല്ലാ 8-9 ആനകളുണ്ടായിരുന്നു തോന്നുന്നു, എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊരു വേറൊരു സ്റ്റേറ്റിന് കൈമാറേണ്ടത് ഇല്ലല്ലോ. അപ്പോൾ അതിനകത്ത് ചില കൺഫ്യൂഷൻസ് വരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വനം വകുപ്പുകാർ വളരെ സത്യസന്ധമായിട്ടാണ് അതിനകത്ത് പണിയെടുത്തിട്ടുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരും എണിക്കുന്നതിന് മുൻപ് അതിനെ ഡ്രൈവ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ഒരാൾ എൻ്റെ കൂടെ ഫീൽഡിൽ വന്നിട്ടുണ്ട് ചേട്ടനാ. അപ്പോൾ അവരൊന്ന് ഡ്രൈവ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ഏർലി മോർണിംഗ്. പക്ഷെ അതിനിടയിൽ അങ്ങനെ സംഭവിച്ചു പോയതാണിത്. അവരാൽ കഴിയുന്നതിൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് കുറേ അങ്ങ് കിഴക്കോട്ട് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവരുന്ന വഴിയാണ്. അപ്പോൾ അതിനിടയിൽ നടന്ന എൻകൗണ്ടറാണിത്. അപ്പോൾ അവർ വളരെ അപ്രത്യക്ഷിതമായി പോയി. അത് അവരെ സംബന്ധിച്ചും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്ന് നേരം വെളുത്തുപോയി, ചെറുതായിട്ട് ആളുകൾക്ക് നേരത്തെ എണീക്കുമല്ലോ. അപ്പം അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് വനം വകുപ്പിന് കുറ്റം പറയുക എന്ന് പറയുന്നത് അവരാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ശ്രമിക്കുന്നു. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വനം വകുപ്പുകാരെ വല്ലാത്ത രീതിയിൽ ആളുകൾ കുറ്റപ്പെടുത്തി. ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാവരും അവരുടെ ഒരു ജോലി ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ, അവർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാണ്. ഇപ്പോൾ അവരുള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ കാട് കത്താൻ നിൽക്കുന്നത് ഒക്കെ ചെയ്യുന്നതിൽ വലിയ റോളുണ്ട്. അവരുടെ മോട്ടിവേഷൻ കളയുന്ന രീതിയിൽ
പെരുമാറിക്കളഞ്ഞു. തീർച്ചയായിട്ടും പെരുമാറിയിട്ടുണ്ടായിരുന്നു. അത് ഒട്ടും ശരിയായില്ല എന്നൊരു മറ്റു ജോലികൾ മാതിരിയല്ലല്ലോ അല്ലേ? ഒരിക്കലും അല്ല. ആളുകളോട് ചേർന്ന് ഇടപെടേണ്ട, അല്ലെങ്കിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഗ്രാമത്തിലും ഇപ്പോൾ ഏത് ഗാർഡ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടാണ് വാട്ടെവർ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ള സ്ഥിരമായിട്ട് ആളുകളെ കാണുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളുകളല്ലേ. മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ വിഷ്ണു ആണ് അവിടെ ആനയെ ട്രയാങ്കുലൈസ് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ആനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. അവനെനിക്ക് പേഴ്സണലി അറിയുന്ന ആളാണ്. അവൻ ആനയോട് വലിയ ഇഷ്ടമുള്ള ആളാണ്. ആനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അവൻ ആനയെ ട്രയാങ്കുലൈസ് ചെയ്തത്. പക്ഷേ ആനയ്ക്ക് ഒന്ന് തണ്ണീർക്കൊമ്പ് മരിച്ച സമയത്ത് എല്ലാവരും അവനെതിരെ തിരിയുക. അപ്പോൾ അത് ശരിയല്ലല്ലോ. അപ്പോൾ അത് സ്റ്റേറ്റിന് വേണ്ടിയിട്ടോ അവിടുത്തെ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവരുതെന്നുള്ള അവൻ്റെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു കൂട്ടമായ തീരുമാനത്തിന് പുറത്താണല്ലോ ചെയ്തത്. അപ്പോൾ ഒന്ന് സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും അവനെ കോർണർ ചെയ്തോളൂ. അപ്പോൾ അത് ശരിയല്ല. അപ്പോൾ അവനാണെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനുമല്ല, ഡിപ്പാർട്ട്മെന്റിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളെയൊക്കെ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട് കേട്ടോ. കുറേ കാലമായിട്ട് ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന. സഫീഷ്യൻ്റ് ആണോ ഇതിൻ്റെ ഈ വനം വകുപ്പിലെ ജീവനക്കാരുടെ എണ്ണം? നമ്മളിപ്പോൾ ഈ വാച്ചർമാരുടെയും ബാക്കി എല്ലാവർക്കും പറയുമ്പോൾ വേണ്ടത്ര ആളില്ല എന്ന് പറയുമ്പോഴേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പോരാന്ന് കൂടുതൽ ആളുകൾക്ക് പ്രത്യേകിച്ച് ഗ്രൗണ്ട് സ്റ്റാഫ് എണ്ണം കൂട്ടേണ്ടതുണ്ട്. ഈ ഫോറസ്റ്റ് വാച്ചേഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ്, ഈ ഇതിലുള്ള ആളുകളുടെ എണ്ണം കൂടേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് വയനാട് പോലത്തെ സ്ഥലത്ത് ഓടിയെത്തൂല. നിറയെ ആളുകൾ വേണം. ഒരു രാത്രിയിൽ 10-20 സ്ഥലത്ത് ചിലപ്പോൾ ആന ഇറങ്ങും. അപ്പോൾ അതിനൊക്കെ മാനേജ് ചെയ്യാൻ അത്ര ആളുകൾ വേണമല്ലോ. ഓരോ ഗ്രാമങ്ങളിലും 4-5 ആനകൾ ചിലപ്പോൾ ഇറങ്ങാം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തിരുനെല്ലി തുടങ്ങിയിട്ട് ഇപ്പോൾ ചെതലം റേഞ്ച് വരെ ഉള്ളൊരു സ്ഥലം എടുക്കുകയാണെങ്കിൽ തന്നെ ഫുൾ കാടും നാടാണ് ഒരു അതിര് മുഴുവൻ കിടക്കുന്നത്. ഇപ്പോൾ ചെതലയാണെങ്കിൽ ഒരു ഐസൊലേറ്റഡ് പാച്ചാണ്. അല്ലാത്തത് അതിന് അരികളെല്ലാം കാടാണ്, എല്ലാം ബൗണ്ടറി മുഴുവൻ നാടാണ്. അപ്പോൾ അതിലെവിടെ ആന ഇറങ്ങുന്ന ആർക്കും പറയാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അരികളെല്ലാം ചില സ്ഥലങ്ങളിലൊക്കെ സ്ട്രീമുകളാണ്, ചതുപ്പുകളും. അപ്പോൾ ട്രെഞ്ചും ഫെൻസും ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ സ്ഥലത്ത് ഏത് ഡയറക്ഷനിലും എവിടെ ആന ഇറങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിത്തോട്ടങ്ങളാണ്, കവുങ്ങും കാപ്പിത്തോട്ടവും ചതുപ്പും ഒക്കെയാണ്. അപ്പോൾ അതിനുള്ളിൽ ആന ഇറങ്ങി കഴിഞ്ഞാൽ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ആളുകൾ കാഷ്വാലിറ്റി ഒക്കെ വരുന്നത്, ആളുകൾ മരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയുക, കാര്യങ്ങൾ അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ആളുകൾ എംപ്ലോയിക്കും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്.